ജനപങ്കാളിത്തം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കൊണ്ട് മലപ്പുറം ജില്ലയിൽ താഴെക്കിടയിൽ ഈ പ്രസ്ഥാനത്തെ ഐതിഹാസികമായ വളർച്ചയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. ഓരോ ദിവസവും ഓരോ പ്രദേശത്തു നിന്നും ആയിരങ്ങൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മള് പശ്ചിമ ബംഗാളിലൊക്കെ CPM ഓഫീസ് പാർട്ടി മാറിയത്. പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ അയിലക്കരയിൽ ഒരു പ്രദേശം മുഴുവൻ CPM ഓഫീസോടുകൂടി ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ചെറുപ്പക്കാരന്റെ നിശ്ചയത്താൽ നമുക്ക് സാധ്യമായി എന്നത് ഒരു ചെറിയ കാര്യമല്ല. അവസാനം ഈ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലുണ്ട്. രാഷ്ട്രീയ സംഘടനാടിസ്ഥാനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ആ KSU എന്ന ഒരു വികാരം അദ്ദേഹത്തിന്റെ സിരകളിലും ഉള്ളതുകൊണ്ടാവാം ഓരോ കോളേജിന്റെയും പ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിച്ച് അവിടങ്ങളിലുള്ള കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ആ കോളേജിന്റെ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഈ മലപ്പുറം ജില്ലയിൽ 10 കോളേജ് യൂണിയൻ ചെയർമാൻസ്ഥാനത്ത് KSUവിന്റെ പിള്ളേരാണ് പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജുകളിൽ ഏറ്റവും അധികം യൂണിയൻ കൗൺസിലർമാരെ സംഭാവന ചെയ്തതും നമ്മുടെ മലപ്പുറം ജില്ലയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ പരിപാടികളും അത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് പ്രവർത്തകരെ ചേർക്കുന്ന അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേരളത്തിൽ മറ്റെല്ലാ ജില്ലകളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഒന്നാമതെത്താൻ VS ജോയ് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലക്കായി എന്നത് ചെറിയ കാര്യമല്ല. 138 വർഷം പിന്നിട്ട ഈ പ്രസ്ഥാനം KPCCയുടെ പ്രസിഡന്റ് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചു 138 ചലഞ്ച്. ആ 138 ചലഞ്ചിൽ ഒരു നേരിയ വ്യത്യാസത്തിന് 2ാം സ്ഥാനത്താണെങ്കിൽ പോലും ഐതിഹാസികമായി അതിൽ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിന് ഒരു സെമി കേഡർ സിസ്റ്റം വരണം. അതിന് ഈ പ്രസ്ഥാനം താഴേക്കടയിൽ CUCകൾ ഉണ്ടാക്കണം, യൂണിറ്റുകൾ ഉണ്ടാക്കണം. പക്ഷെ അതിന്റെ പ്രവർത്തനം ഒരൽപ്പം പുറകിലാണിപ്പോഴെങ്കിലും അത് പ്രഖ്യാപിച്ച നാൾ തൊട്ട് കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറത്ത് CUCയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ VS ജോയിയുടെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയിൽ ഈ പ്രസ്ഥാനത്തെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് BJP വിളിച്ചു പറയുമ്പോൾ BJP അല്ലാത്ത ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസ് ഇന്ത്യയിൽ ഇത്ര ശക്തമാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയങ്ങളെല്ലാം അവസാനിച്ച് ഇന്ന് ഇന്ത്യയിൽ ഒരു പുതുയുഗ പിറവി പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഛേദോ വികാരം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയാണ്. ആ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ ഏറ്റവും അധികം 3 ദിവസം കടന്നുപോയത് നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെയാണ്. ആ യാത്ര ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് തമിഴ്നാടിൻ്റെ ചുരം കയറുമ്പോൾ മലപ്പുറത്തെ പത്രങ്ങൾ എഴുതി എല്ലാം A+ ആണ്. മലപ്പുറത്ത് ഈ യാത്ര A+ ആണെന്ന് ഞങ്ങൾക്ക് അംഗീകാരം നൽകി. അങ്ങനെ ഐതിഹാസികമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ, ഏൽപ്പിച്ച പണികൾ മുഴുവൻ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടാണ് ഈ ജില്ലയിലെ താഴേക്കിടയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു നേതൃനിര ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായത് ഈ നേതാക്കൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്
2 തവണ തുടർച്ചയായി ഒരു തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടപ്പോൾ നിരാശരായി വീട്ടിലേക്ക് പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച സാധാരണക്കാരായ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം നൽകിയത്, ജീവവായു നൽകിയത്, തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത് KPCCയുടെ പ്രസിഡന്റായി വന്ന് പ്രിയപ്പെട്ട കെ സുധാകരൻ MP ആണ്. അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഹൃദയമിടിപ്പാണ്. പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കെ സുധാകരൻ MP അവർകളെ ഇവിടെ കൂടിയ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വേണ്ടി ഈ കൺവെൻഷനിലേക്ക് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ കേന്ദ്രം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവാണ്. ചുറുചുറുക്കോടെ ഒരു ചെറുപ്പക്കാരനില്ലാത്ത മുതിർന്നവർ കാണിക്കുന്ന മുഴുവൻ പക്വതയും കാണിച്ച് ഒരു ചെറുപ്പത്തിന്റെ പ്രൗഢിയോടെ ഈ കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന, ഒരു പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രിയങ്കരനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏൽപ്പിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ പരിപൂർണമായും കോൺഗ്രസിനെയും UDFനെയും ഒറ്റക്കെട്ടായി നയിക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നണിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലും കേരള നിയമസഭയിലും വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൃഢനിശ്ചയത്തോടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർകളെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഔപചാരികതയുടെ പേരിൽ മാത്രം പ്രിയങ്കരനായ നമ്മുടെ MLA ആണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മലപ്പുറം ജില്ലയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്രമരഹിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, മലപ്പുറം ജില്ല കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രിയങ്കരനായ സൗമ്യതയുടെ മുഖമായ പ്രിയപ്പെട്ട AP അനിൽകുമാർ MLAയെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജയന്ത്, എപ്പോഴും ഒരു നിഴൽ പോലെ KPCC പ്രസിഡന്റിന്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ട ജയന്ത്. KSUവിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടുമില്ല. KSUവിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി, ആ മർദ്ദനത്തിനിരയായതിൻ്റെ ആ ഒരു വേദന ഇന്നും തൻ്റെ ശരീരത്തിൽ സൂക്ഷിക്കുന്ന, നമ്മോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും സൗമ്യമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയന്ത് അവർകളെ വിനയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പ്രിയങ്കരിയായ ആലിപ്പറ്റ ജമീല, ഞാൻ നേരത്തെ MLAയെ പറഞ്ഞതുപോലെ ഔപചാരികതയുടെ പേരിൽ മാത്രം ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 തവണയായി വിജയിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ KPCC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർ എവിടെ ഏത് പരിപാടിക്ക് വിളിച്ചാലും എപ്പോഴും നമുക്കൊപ്പം ഓടിയെത്തുന്ന പ്രിയങ്കരിയായ ആലിപ്പറ്റ ജമീൽ അവർകളെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. നമ്മുടെ PT മാത്യു ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ചാർജുള്ള KPCCയുടെ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി UDFന്റെ ചെയർമാൻ പ്രിയപ്പെട്ട PT അജയ് മോഹൻ അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട V ബാബുരാജ്, പ്രിയപ്പെട്ട KP അബ്ദുൽ മജീദ്, പ്രിയപ്പെട്ട നൌഷാദ് അലി എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ മുൻ സെക്രട്ടറി പ്രിയപ്പെട്ട VA കരീം അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ MP C ഹരിദാസ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസുകാരുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയിയെ വിനയപൂർവ്വം
ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയങ്കരനായ നമ്മുടെ ഈ ജില്ലാ കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്ദനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സുധാകരേട്ടൻ, പ്രിയങ്കരനായ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന അഭിവന്ദനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, പ്രിയപ്പെട്ട മലപ്പുറത്തിൻ്റെ MLA ശ്രീ AP അനിൽകുമാർ അവർകൾ, KPCCയുടെ ഓഫീസിൻ്റെ ചുമതല ഉൾപ്പെടെ വഹിച്ചുകൊണ്ടിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയന്ത് അവർകൾ, KPCCയുടെ ജില്ലയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ആലിപ്പറ്റ ജമീല അവർകൾ, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ നിരീക്ഷകൻ ശ്രീമാൻ PT മാത്യു അവർകൾ, പ്രിയപ്പെട്ട UDFൻ്റെ ജില്ലാ ചെയർമാൻ PT അജുവേട്ടൻ, പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ, പ്രിയപ്പെട്ട കിരിയേട്ടൻ, KPCCയുടെ സെക്രട്ടറിമാരായ ശ്രീ V ബാബുരാജ്, ശ്രീ മജീദ് ക, ശ്രീ നൌഷാദ് അലി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KPCCയുടെ നേതാക്കന്മാർ, DCCയുടെ നേതാക്കന്മാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, വാർഡ് ബൂത്ത് സഹപ്രവർത്തകന്മാർ ഉൾപ്പെടെ, കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ ഈ കൺവെൻഷന് വിളിച്ചിട്ടുള്ളത്. ഈ കൺവെൻഷന് ഉൾക്കൊള്ളാൻ, ഈ ഓഡിറ്റോറിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ജനപ്രവാഹമാണ് നമുക്കിവിടെ ഉള്ളത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ താഴെ നമ്മുടെ നിറഞ്ഞ സദസ്സ് സർക്യൂട്ട് TVയിൽ അതിൻ്റെ സ്ക്രീനിലാണ് നമ്മുടെ ഈ ചടങ്ങുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ താഴെയും പുറത്തും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാർ, അവർക്ക് ഈ ഹാളിൽ കയറാൻ കഴിയാത്തവരാണ്, അവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ നേതാക്കന്മാർ ഇടവേളയിൽ താഴെ ചെന്ന് നമ്മുടെ പ്രവർത്തകന്മാരെ നേരിട്ടെന്ന് അഭിവാദ്യം ചെയ്യുന്നതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. വരാനിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, ഈ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും നിർണായകമായ, രാജ്യത്തിൻ്റെ നാളെയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. ആ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിനെ വേട്ടയാടുന്നവർ, കോൺഗ്രസിനെ വെറുക്കുന്നവർ, കോൺഗ്രസിനെ എതിർക്കുന്നവരെല്ലാവരും കോൺഗ്രസ് തിരികെ വരണം, ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരു കാലത്തും ഇല്ലാത്ത മുന്നൊരുക്കമാണ് ഇത്തവണ നടത്തുന്നത്. സാധാരണ നമ്മൾ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മുടെ കൺവെൻഷനുകൾ നടക്കാറ്, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറ്. പക്ഷേ ചിന്തൻ ശിബിറിലെടുത്ത തീരുമാനമാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇതുവരെ കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിലും നടത്തിയിട്ടില്ലാത്ത മുന്നൊരുക്കം നടത്തണമെന്ന ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ നേതാക്കന്മാർ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് 14 ജില്ലാ കോൺഗ്രസ് കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ആ ജില്ലാ കോൺഗ്രസ് കൺവെൻഷനുകളിൽ നമ്മുടെ നേതാക്കന്മാർ നേരിട്ട് ചെല്ലുകയാണ്. 10 ജില്ലകളിൽ അത് പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ ജില്ലയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ കൺവെൻഷനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ, KPCC മെമ്പർമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാർ, അവരോട് നമ്മുടെ നേതാക്കന്മാർ സംവദിക്കുന്ന ഒരു പ്രത്യേക യോഗം ഇതേ ഓഡിറ്റോറിയത്തിലെ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണമായ ഒരു യോഗത്തിലൂടെ നമ്മുടെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഓടും പാവും നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചുള്ളത്. ആ മീറ്റിങ്ങിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ വലിയ മനസ്സിന് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. സാധാരണ പ്രവർത്തകരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണ്, കൊടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് നിങ്ങൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചത് എന്ന് തിരിച്ചറിയുകയാണ്. വേലയും ജോലിയും കൂലിയും ഒക്കെ ഒഴിവാക്കി ഇന്ന് രാവിലെ നിങ്ങൾ കാലത്തെ പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്നത് പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥമായ ആവേശവും അഭിനിവേശവും കൊണ്ടാണ് എന്ന പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ 14 ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്ഥാനവും പ്രതീക്ഷിക്കാതെ, ഒരു ആഗ്രഹവുമില്ലാതെ, നിർലോഭമായി, നിസ്വാർത്ഥമായി ഈ സംഘടനയോടുള്ള സ്നേഹം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും ആത്മാർത്ഥതയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലുള്ള പ്രവർത്തകന്മാരാണ്. പ്രസ്ഥാനത്തോട് ആത്മാർത്ഥമായ സ്നേഹം ഉള്ളിൽ അടക്കി പിടിച്ചു കഴിയുന്ന മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട് കാണാൻ, അവരോട് സംസാരിക്കാൻ, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഔപചാരികമായി ഈ ജില്ലാ കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കേരളക്കരയിലെ ആവേശം പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അധ്യക്ഷൻ, പ്രിയങ്കനായ നിങ്ങളെല്ലാം പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു സഹോദരൻ ശ്രീ ജോയ്, വേദിയിൽ ഒരുപാട് വിശിഷ്ട നേതാക്കൾ ഇരുന്നിട്ടുണ്ട്. പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ശ്രീ അനിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA അനിൽകുമാർ, വേദിയിലെ ഹരിയേട്ടൻ, പ്രിയങ്കരനായ അജയ് മോഹൻ, അലിമാലിപ്പറ്റ ജമീല, ശ്രീ കെ ജയന്ത്, ശ്രീ ബാബുരാജ്, ശ്രീ മജീദ്, ശ്രീ കരീം, അജയ് ഘോഷ്, അജയ് മോഹൻ, ഞാൻ പറഞ്ഞല്ലോ അജയ് മോഹൻ, ശ്രീ മാത്യു, നൗഷാദ് അലി, ഓക്കെ, മറ്റു നേതാക്കന്മാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ തൃപ്തിയായി. ജയന്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ പുറകെ ഒരു അഹങ്കാരത്തോടെ നടക്കുകയായിരുന്നു. കോഴിക്കോടാണ് 1-ാം നമ്പർ, കോഴിക്കോടാണ് ഫസ്റ്റ്. പൊട്ടിച്ചു നിങ്ങൾ. ജയന്ത് തന്നെ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞാൻ പൊട്ടി. ഇവിടെ മാത്രമല്ല ആള്, ഇതിന് താഴെ ഹാളിൽ ആളുണ്ട്, ഇതിന് പുറത്താളുണ്ട്. ഇത്രയും ആളുകൾ സാധാരണ പ്രവർത്തകരല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ എല്ലാം മാറ്റിവെച്ച് അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് എന്നതാണ് ഈ യോഗത്തിൻ്റെ പ്രാർത്ഥന. ഇത്രയും നേതൃത്വം ഇരിക്കുന്ന മലപ്പുറത്ത് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന നിലയ്ക്ക് തന്നെ ആ ഏറ്റവും വലിയ ജില്ലയുടെ വലിയ ആനുകൂല്യം കോൺഗ്രസ്സിന് ലഭ്യമാകാനുള്ള വളർച്ചയിലേക്ക് നമുക്ക് കുതിച്ചു പോകണം. അതിന് അർഹതപ്പെട്ട അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട ജോയി മണ്ഡലം ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു പുതിയ ഡൈനാമിസം നമ്മുടെ പാർട്ടിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അമ്പലം ചെറുതാണെങ്കിലും ദേവൻ വലുതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ എണ്ണപ്പെട്ട വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള കരുത്ത് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ യാത്ര ഒരു റിവൈവൽ പ്രോജക്റ്റാണ്. നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ആവേശം പകർന്ന് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് ഒരു മുതൽക്കൂട്ടാവാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധിക്കണം എന്നതുകൊണ്ടാണ് ഈ യാത്ര. നമുക്കറിയാം, കാലം മാറുവാണ്. നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് 3 തിരഞ്ഞെടുപ്പാണ്. 1 അല്ല, 2 അല്ല, 3 മാസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് കടന്നു വരാൻ പോകുന്നു. അതിനപ്പുറത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കടന്നു വരാൻ പോകുന്നു. അതിനപ്പുറത്ത് 2 തവണ ഞങ്ങൾക്ക് കൈവിട്ടുപോയ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കടന്നു വരുന്നു. 3ലും നമുക്ക് വിജയിച്ചു കയറാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സ് വച്ചാൽ മലപ്പുറം ജില്ലയിലൊക്കെ തമ്പിങ് റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾക്കൊരു അർപ്പണ ബുദ്ധിയുണ്ട്, ഒരു വീറും വാശിയുമുള്ള പാർട്ടി പ്രവർത്തകരാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭീകരമായിരിക്കും വരാൻ പോകുന്ന സാഹചര്യം. വർഗീയ കലാപത്തിൻ്റെ മുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂരായി മറ്റ് സംസ്ഥാനങ്ങൾ മാറും.
നിർലജ്ജം നോക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇത്രയും ആയിരങ്ങൾ മരിച്ചിട്ട് ഇപ്പോഴും അവിടെ അതിനെതിരെ ഒരു പ്രതികരണം നടത്താൻ മനസ്സു കാണിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യ ചിതറിപ്പോയാലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു ഇളക്കവും ഉണ്ടാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഇവിടെ മതേതരത്വം തകരും, ഇവിടെ ജനാധിപത്യം തകരും. ജനഹിതത്തെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല മോഡിയുടെ ഗവൺമെന്റ്. പാർലമെന്റ് ഒക്കെ ഒരു മോക്കിംഗ് പാർലമെന്റായി മാറി. പണ്ട് പാർലമെന്റ് ഒക്കെ വളരെ ആശാവഹമായി ഇഫക്റ്റീവായി ഇടപെടുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ജനാധിപത്യ വേദിയാണ് പാർലമെന്റ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് ആ പാർലമെന്റ് ശൂന്യമാണ്. ഇന്ന് ആ പാർലമെന്റിൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ കഴിവുള്ളവന്റെ ബുദ്ധിയുള്ളവന്റെ നല്ല കാര്യപാത്ര പ്രസക്തമായി സംസാരിക്കുന്നവരുടെ വാക്കുകൾ പോലും കേൾക്കാനോ ഇന്ത്യയിലെ ഭരണകൂടം തയ്യാറല്ല. ഒരു നിവേദനം കൊടുത്താൽ നിവേദനത്തിന് മറുപടി പോലും തരാത്തൊരു പാർലമെന്റാ. മന്ത്രിമാർക്ക് നിലയും വിലയുമില്ല, മന്ത്രിമാരുടെ നാക്കിനും വാക്കിനും വിലയുമില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോവുകയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളാണ്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനവുമായി അവരെ സമീപിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യവും ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു തകരുന്ന ദുർബലമാകുന്ന പാർലമെന്റിന്റെ ചിത്രം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത്. ഞങ്ങൾക്ക് വികസന ഫണ്ടുണ്ട്. ഞങ്ങളുടെ വികസന ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് 5 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ഒരു വർഷം 5 കോടി രൂപ. ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എത്ര അസംബ്ലി ഉണ്ടാകും? എൻ്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 6 അസംബ്ലി ഉണ്ട്. ഈ 6 അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് 5 കോടി 7 അസംബ്ലി ഉണ്ട്. ആ 7 അസംബ്ലിയിലേക്ക് നമുക്ക് 5 ലക്ഷം രൂപ 5 കോടി രൂപ തന്നാൽ എവിടെ എത്തും? എന്ത് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും? ഓവ് ചാല് വൃത്തിയാക്കാനും ആ നിയോജക മണ്ഡലത്തിൽ എനിക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ MLA ആണ് ഇരിക്കുന്നത്, ശ്രീ അനിൽ. അദ്ദേഹത്തിനൊക്കെ ഒരു കൊല്ലം 6 കോടി നിങ്ങൾക്ക് വിഹിതമുണ്ടില്ലേ? 6 കോടി വിഹിതമുണ്ട് നിങ്ങൾക്ക്. 6 കോടി വിഹിതം ഒരു MLAക്ക് കൊടുക്കുന്നു. ഇവിടെ പാർലമെന്റിന് 7 അസംബ്ലി കൂടുന്ന പാർലമെന്റിന് 5 കോടി കൊടുത്താൽ വികസന പ്രവർത്തനം എവിടെ? MP മാർ വെറും ഷോ ബോയ്സ്. ഈ 5 കോടി ഉലുവ കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ജനമനസ്സിനെയും സംതൃപ്തമാക്കാൻ സാധിക്കില്ല. അവർക്ക് ആവശ്യപ്പെട്ട ഒരു സ്കീം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ MP മാർക്ക് നിലയും വിലയും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് തകരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ നിലയും വിലയുമാണ് തകരുന്നത് എന്ന് ഈ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആലോചിക്കുന്നുണ്ടോ? പത്ര ദുർബലമാണ് ഭരണം. ഒന്നത്. 2, ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വത്തിന്റെ പേരില. നിങ്ങൾക്കറിയാമല്ലോ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാടിന്റെ സ്ഥിതി എന്താ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നിരായുധരായ അഹിംസാ സമരം നടത്തി ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ രാഷ്ട്രീയ അഹിംസാ സമരം കാഴ്ചവെച്ച് ജനമനസ്സിൻ്റെ അകത്ത് സഹതാപത്തിന്റെയും സ്നേഹത്തിന്റെയും നീർവയുണ്ടാക്കി സ്നേഹത്തിന്റെ നൂലിഴകളിൽ അവരെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയിൽ മതേതരത്വം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഛിന്ന ഭിന്നമായി കിടന്നൊരു നാടാണ്. നാട്ടുരാജാക്കന്മാരുടെ നാട്, ഭൂജന്മിമാരുടെ നാട്, സാമ്പത്തിക ശേഷിയുള്ളവന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്നൊരു സമൂഹം. തൊഴിലാളികൾക്ക് ജോലിയില്ല, വ്യവസായമില്ല, അരിയില്ല, തുണിയില്ല, പണിയില്ല. ഭാഷാപരമായി വ്യത്യസ്തം, സാംസ്കാരികപരമായി വ്യത്യസ്തം, മതപരമായി വ്യത്യസ്തം. ഈ വിഭിന്നതകളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ലോകത്തിലെ ഗൗരവതരമായ ഒരു ചർച്ചയായിരുന്നു. എല്ലാ ലോകരാഷ്ട്രങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആരും ഇന്ത്യ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞു ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. എല്ലാ ഭരണകർത്താക്കളും പറഞ്ഞു ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞു ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. എല്ലാ രാഷ്ട്രമീമാംസകന്മാരും പറഞ്ഞു ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം വൈരുദ്ധ്യമാണ്. അതിനെ കോർത്തിണക്കി കൊണ്ടുപോകാൻ ഭരണരംഗത്ത് അത്രയൊന്നും പരിണതപ്രജനല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അത് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
അങ്ങനെ നിൽക്കുമോ നിൽക്കുമില്ലേ എന്ന് ജനം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി, നമ്മൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ചിതറുമെന്ന് പറഞ്ഞ ഞങ്ങൾ 10-70 വർഷക്കാലം നമ്മൾ ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70-76 വർഷക്കാലം നമ്മൾ നിലനിന്നു. ഈ രാജ്യം ലോകത്തിലെ കരുത്തുറ്റ രാജ്യമായി. അരിയില്ലാത്ത നാട്ടിൽ അരിയുണ്ടാക്കി, തുണിയില്ലാത്ത നാട്ടിൽ തുണിയുണ്ടാക്കി, പണിയില്ലാത്ത നാട്ടിൽ പണിയുണ്ടാക്കി, ഭക്ഷണമില്ലാത്ത നാട്ടിൽ ഭക്ഷണമുണ്ടാക്കി, അരി കിട്ടാത്ത നാട്ടിൽ അരി കയറ്റി അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. വസ്ത്രമില്ലാതിരുന്ന നാട് വസ്ത്രം കയറ്റി അയക്കുന്ന നാടായി മാറി. ശാസ്ത്രമില്ല, വിദ്യാഭ്യാസമില്ലാത്ത നാട് ലോകത്തിന് മുമ്പിൽ ശാസ്ത്ര ലോകത്ത് ഇപ്പോൾ കുതിച്ചു മുൻപോട്ട് പോകുന്നു. ആദ്യം രാജ്യമായി, ആദ്യം രാഷ്ട്രമായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ രംഗത്തും പുരോഗതി, വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്ര രംഗത്ത്, എല്ലാ രംഗത്തും ഇന്ത്യ പുരോഗതി കൈവരിച്ച് ഒരു വലിയ രാഷ്ട്രമാക്കി ഇന്ത്യ മാറ്റി എന്ന് മാത്രമല്ല, രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനൊരു പോറലേൽക്കാതെ ഇന്ത്യ രാജ്യത്തിൽ സൗഹൃദം, സാഹോദര്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഐക്യത്തിന്റെ ചങ്ങലക്കെട്ടിൽ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു, കോൺഗ്രസിന് സാധിച്ചു. ആരാണ് അതിന്റെ പ്രേരക ശക്തി? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഈ വൈരുദ്ധ്യങ്ങളുള്ള നമ്മുടെ നാടിൽ ആരാണ് ഇതിനെ കൂട്ടിയിണക്കിയ കണ്ണി? വിളക്കി ചേർത്ത കണ്ണി ഏതാ? ആ വിളക്കി ചേർത്ത കണ്ണി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെയെന്നറിയാമോ? ഹിന്ദുവിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, മുസൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൈനനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൂതനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, സിഖിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ഈ വികാരമാണ് ഇന്ത്യ രാജ്യത്ത് മതേതരത്വത്തിന്റെ വിളക്കി ചേർത്ത കണ്ണി എന്ന് നിങ്ങൾ അറിയണം. ഭാഷകൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഭാഷകളിൽ വിലയം പ്രാപിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമുണ്ട്. ആ വികാരമാണ് ഭാഷാ സംഘർഷമില്ലാതെ ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ കോർത്തിണക്കുന്ന വിചാരങ്ങൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇല്ല എങ്കിൽ ഈ നാടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യം നിലനിൽക്കണമോ? ഈ നാടിന്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കണമോ? ഈ നാട് ഐക്യത്തോടെ മുൻപോട്ട് പോകണമോ? ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യ ഇതിനപ്പുറത്തേക്ക് പോകണമോ എന്ന് ചിന്തിക്കേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് കോൺഗ്രസ് വിജയിക്കണം, കോൺഗ്രസ് വരണം, കോൺഗ്രസ് അധികാരത്തിലെത്തണം. അതിനുള്ള വഴികളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ കൺവെൻഷന്റെ അകത്ത് വന്നിരിക്കുന്ന നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ മണ്ഡലത്തിൽ, നിങ്ങളുടെ ബൂത്തിൽ, നിങ്ങളുടെ ജില്ലയിൽ പാർട്ടിയെ നിലനിർത്തി കൊണ്ടുപോകാൻ വിളക്കി ചേർക്കുന്ന കണ്ടിയാണ് നിങ്ങളാണ് ഇവിടെ ഉയരേണ്ടത്, നിങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം നടത്തേണ്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ തമ്മിലിടയിലുള്ള പ്രശ്നങ്ങൾ, മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മെ അകറ്റിക്കൂടാ. നമ്മെ ഒന്നാക്കി നിർത്തി കൊണ്ടുപോകാൻ ഈ ലക്ഷ്യബോധം നിങ്ങൾക്ക് സഹായകരമാകും. അത് ഉപയോഗിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഐക്യം, സ്നേഹത്തോടെയുള്ള ഐക്യം. പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് വേണ്ടി എന്തും കൈവിടാൻ മനസ്സ് കാണിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആ മനസ്സ് കാണിക്കുന്നത് ഇവിടെയാണ്. ഒറ്റക്കെട്ടായി, ഒരു മനസ്സായി, ഒരു ശരീരം പോലെ ഒറ്റ മനസ്സായി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിച്ചാൽ മലപ്പുറം ജില്ലയിൽ അഭൂതപൂർവമായ വിജയം കൈവരിക്കാൻ നമുക്ക് അസംബ്ലിയിലും പാർലമെന്റിലും സാധിക്കും എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. പാർലമെന്റ് ഇത്തവണ നമ്മുടെ പ്രതികാരത്തിന് തിരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നിങ്ങൾ 4-5 ലക്ഷം വോട്ടിന് വിജയിപ്പിച്ച പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ തെറ്റായ ദുർവ്യാഖ്യാനം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ BJP ഗവൺമെന്റിനോട് നമുക്ക് തീർത്താൽ തീരാത്ത പ്രതികാരമുണ്ട്. ആ പ്രതികാരം തീർക്കേണ്ടുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾ കൊടുത്ത ഭൂരിപക്ഷത്തെക്കാൾ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുക എന്നതാണ്. അതാണ് പ്രതികാരം. ആ പ്രതികാരത്തിന് പണി തുടങ്ങേണ്ട സമയമായി. എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ? വോട്ടർ പട്ടികയിലെ പ്രവർത്തനം നടന്നോ? മണ്ഡല കമ്മിറ്റിയുടെ ഭാരവാഹികളെ എടുത്തോ? ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായോ? നമ്മുടെ താഴെ തട്ടിലെ നമ്മുടെ CUC, ആ CUC വന്നാൽ 15 മുതൽ 20-25 അടങ്ങുന്ന കുടുംബത്തിൻ്റെ
ഒരു യൂണിറ്റാണ് ഒരു CUC എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ എല്ലാവരും കുട്ടികളടക്കമാണ് അതിൻ്റെ മീറ്റിങ്ങുകൾ. മാസാമാസം ഒരു വീട്ടിൽ എല്ലാവരും കൂടിച്ചേരും. കൊച്ചുമക്കൾ തൊപ്പിയൊക്കെ വെച്ച് ബേജൊക്കെ കെട്ടി മക്കളടക്കം അവിടെ വന്നിരിക്കും. രാഷ്ട്രീയം ചർച്ച ചെയ്യും, സൗഹൃദം പങ്കുവെക്കും, ഒരുമിച്ച് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച നടത്തി പിരിഞ്ഞു പോകും. ആ ബന്ധമുണ്ടല്ലോ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകും, ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകും. നമുക്ക് താഴെ അങ്ങനെ ഒരു ഐക്യമില്ല, അങ്ങനെ ഒരു സ്വന്തം എന്നൊരു ചിന്ത ആർക്കും മനസ്സിൽ ഏറെയൊന്നുമില്ല. അത് നിങ്ങൾ ഓരോരാളും മനസ്സിലിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ പരസ്പരം ആലോചിക്കത്ത് എത്ര ആളുകളുമായി നിരന്തരം സൗഹൃദം പുറത്തുനിന്നുണ്ട് എന്നൊക്കെ ഒന്നിപ്പം മനസ്സിലോട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. തിരുനാട് ഇറങ്ങി പോകുമ്പോൾ അപ്പുറത്തെ വീടുകൾ നോക്കാതെ തലതാലത്തിട്ട് മുണ്ട് കോന്തലിയും പിടിച്ച് വീട് നടക്കുന്ന ആളുകളെയൊക്കെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഒരു മുഖം പോലും കൊടുക്കൂല. അതൊക്കെ വിട്ട് ഒരു കുടുംബത്തിൻ്റെ ബന്ധം അവിടെ വരും. ആ ബന്ധം വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്നത് അതുകൊണ്ടുള്ള നേട്ടം മറ്റൊന്നാണ്. ആ കുടുംബത്തിൽ കൊച്ചുമക്കളുണ്ട്. അവിടെ നമുക്ക് ജവഹർ ബാലമഞ്ചിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കാം. അതിനകത്ത് വിദ്യാർത്ഥികളുണ്ട്. അവരെ നമുക്ക് KSFന്റെ യൂണിറ്റ് കമ്മിറ്റിയാക്കാം. അവിടെ പെൺകുട്ടികളുണ്ട്. അവർ കുറച്ചും കൂടെ വളർന്ന യുവാക്കളുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി അവിടെ എടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വളർന്ന പെൺകുട്ടികളൊക്കെ വളർന്നു കഴിയുമ്പോൾ അവരെ വെച്ച് നമുക്കൊരു മഹിളാ കോൺഗ്രസിൻ്റെ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി നമുക്ക് എടുക്കാം. യാന്ത്രികമായി ഓട്ടോമാറ്റിക്കലായി റിക്രൂട്ട്മെന്റ് നടക്കും നമ്മുടെ പാർട്ടിയിലേക്ക്. എവിടെയും പോകാതെ യാന്ത്രികമായി മുഴുവൻ വീടുകളിലും കോൺഗ്രസിൻ്റെ മുഴുവൻ വീടുകളിലെ ആളുകളും പുതിയ തലമുറയും കോൺഗ്രസ്സായി മേലോട്ട് കടന്നു വരും. ഇത്രയൊരു ഐക്യമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഘടന മിഷനറി വേറെയില്ല. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലേ, ബൈ ഇലക്ഷൻ, കുറേ ബൈ ഇലക്ഷൻ കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും കിട്ടിയ വിഭിന്നമായ വളരെ ഗുണകരമായ റിസൾട്ടായിരുന്നു ഈ കുറി. പ്രതീക്ഷിക്കാത്തയിടത്തൊക്കെ നമ്മൾ ജയിച്ചു. പ്രതീക്ഷിക്കാത്തയിടത്തൊക്കെ നമുക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടി. അതുപോലെ തന്നെ വോട്ടുകൾ എല്ലായിടത്തും നമുക്ക് വർദ്ധിപ്പിച്ചു. എനിക്കൊരു സംശയം, എന്ത് പറ്റി നമുക്കിങ്ങനെ ഒരു അപകടം? പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വിജയം എങ്ങനെ കടന്നു വന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സർവേ വെച്ചിരുന്നു. ആ സർവേൻ്റെ അകത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും ബൂത്തിൽ യൂണിറ്റ് കമ്മിറ്റിയുള്ള പ്രദേശങ്ങളാണ് എന്നതാണ്. അത് യൂണിറ്റ് കമ്മിറ്റിയുള്ള വിജയം. ആ വിജയം നമുക്ക് മലപ്പുറത്ത് ആവർത്തിക്കണം. ഇവിടെ പാവപ്പെട്ട കുറേ ആളുകൾ ജീവിക്കുന്നൊരു പ്രദേശമാണ് മലപ്പുറം. അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ ഇവിടെയുണ്ട്. അതല്ലാത്ത കുറേ ആളുകളുമുണ്ട്. നിങ്ങളൊക്കെ ഈ രംഗത്ത് ഈ യൂണിറ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒരാൾ വിചാരിച്ച, ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ബൂത്ത് കമ്മിറ്റി എടുത്തോ? ഇവിടെ ജോയ് ബൂത്ത് കമ്മിറ്റി എടുത്തോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, ആ നടക്കാത്ത സ്ഥലത്ത് നിങ്ങളല്ലേ അവിടെയൊക്കെ നിൽക്കുന്നത്. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റില്ലേ? നിങ്ങൾ രണ്ട് ബൂത്ത് ഒരു രണ്ടാൾ നിങ്ങൾ 2 ബൂത്ത് ഏറ്റെടുത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ 2 ദിവസം കൊണ്ട് ബൂത്ത് കമ്മിറ്റി എടുക്കാൻ പറ്റില്ലേ? യൂണിറ്റ് കമ്മിറ്റി നിങ്ങൾക്ക് അതുപോലെ ഫോം ചെയ്യാൻ കഴിയില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ മതി. എൻ്റെ ബൂത്ത് ഞാൻ ചെയ്യും. എൻ്റെ ബൂത്തിൽ ഞാൻ CUC ഉണ്ടാക്കും. എൻ്റെ ബൂത്തിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയാൽ ദിവസങ്ങൾക്കകം മലപ്പുറം ജില്ലയിൽ ബൂത്ത് കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റിയും വരും. എന്തുകൊണ്ട് വരില്ല? വരില്ലേ? വരുമോ? വരും. ഒന്ന് ഒച്ചപ്പല വരും. വരുത്തും എന്ന് പറയും. വരുത്തും. അത് വെറുതെ വായി വർത്താനാക്കരുത്. കുറച്ചേളെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുടെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞേക്കണ്ട. ഞാൻ ആന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറയരുത്. ഓരോരാളും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ബൂത്ത് കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കണം. യൂണിറ്റ് കമ്മിറ്റിയും പൂർത്തീകരിക്കണം. ഒരു അഭിമാനത്തോടെ നിങ്ങൾ എന്നിട്ട് KPCCനെ വിളിച്ച് പറയണം, ഞങ്ങൾ പൂർണ്ണമാക്കി. DCC പ്രസിഡന്റിന് അങ്ങനെ പറയാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് സംഘടന വേണം. അതാണ് എനിക്ക്. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗം നമുക്ക് എത്ര അനുകൂലമായ സാഹചര്യമാണ് ഈ കേരളത്തിൽ. നമ്മുടെ ഓർമ്മയിൽ ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കിട്ടിയ കാലമുണ്ടോ? മേലെയായാലും താഴെയായാലും നമുക്ക് അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്. ഉത്തരേന്ത്യയിലൊക്കെ മാറിയില്ലേ? എന്തുമാത്രം മാറ്റങ്ങളാണ് ഉത്തരേന്ത്യയിലൊക്കെ കടന്നു വന്നത്. 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. 400% ഉറപ്പാ.
ആന്ധ്ര നമ്മൾ ജയിക്കുമെന്ന് അവിടുത്തെ നേതാക്കന്മാർ ആത്മാർത്ഥമായി പറയുന്നു. 2 ദിവസം മുമ്പ് അവിടുത്തെ രാഘവ റെഡ്ഡിയുമായി ഞാൻ സംസാരിച്ചിരുന്നു 15 മിനിറ്റ്. അദ്ദേഹം ഫുൾ കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ ജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ജയിക്കാൻ സാധിക്കുന്നിടത്ത് അവർ പോവുക. നമ്മളെ കർണാടക ജയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു ജയിക്കുമെന്ന്. സതീഷ് നമ്മുടെ ശിവകുമാർ പറഞ്ഞു ജയിക്കുമെന്ന്. പക്ഷേ പത്രമാധ്യമങ്ങൾ പറഞ്ഞു കർണാടക നമ്മൾ ജയിക്കുമെന്ന്. ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ കോൺഗ്രസ് ജയിക്കും എന്ന് പറയാൻ മാധ്യമങ്ങൾ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ ആ വിജയം ഇല്ലാതാക്കാൻ BJP എന്തൊക്കെ ചെയ്തു നിങ്ങൾക്കറിയാമോ? അവിടെ ഒരു വോട്ടിന് 5000 രൂപ കൊടുത്തു ഒരാൾക്ക്. ഒരു വോട്ടിന് 5000 രൂപ BJP പണം വാരി വിതറി അധികാരത്തിന്റെ ദുർവിനിയോഗം അവിടെ നടത്തി. എല്ലാ പ്രതിസന്ധികളും ഉണ്ടാക്കി നമ്മുടെ കോൺഗ്രസിന്റെ മുന്നണിക്ക്. എന്നിട്ടും അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അധികാരത്തിൽ വന്നില്ലേ? രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഒരു സിംറ്റമാണത്. ആ രാഷ്ട്രീയ കാലാവസ്ഥയുടെ സിംറ്റം അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും നമുക്ക് അതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടാകണം. അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉയർത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ വസ്തുതകളുണ്ട്. കോൺഗ്രസിൽ ഇല്ലെങ്കിലുള്ള അപകടം നമ്മൾ അവരെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഇവിടെ ഇടതുപക്ഷം വന്നാലുണ്ടാകാവുന്ന അപകടം ഓരോ വീട്ടിലും കയറി പഠിപ്പിക്കണം. അമ്മയോട് ചോദിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവിടെ അവരെ ഇരുത്തി 5-15 മിനിറ്റ് എടുത്ത് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് അവരെ തെര്യപ്പെടുത്തണം. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരു ഭരണമുണ്ടോ? KSUവിന്റെ കുട്ടികൾ സമരമുഖത്ത. നമുക്ക് നല്ല ഉയർത്തെഴുന്നേൽപ്പ. KSU നല്ല തകർപ്പൻ വിജയം വാങ്ങിക്കൊണ്ട് നമ്മളെ കുട്ടികൾ അടിച്ചു കയറുകയാണ് ക്യാമ്പസുകൾ. 20-25 വർഷക്കാലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ എത്രയോ കോളേജ് ക്യാമ്പസുകൾ തിരികെ പിടിച്ചു. കേരളവർമ്മ കോളേജിൽ കള്ളവോട്ട് ചെയ്ത് നമ്മുടെ ചെയർമാനെ പോയി തോൽപ്പിച്ചു. കള്ളവോട്ട് ചെയ്തല്ല, വോട്ട് എണ്ണി തോൽപ്പിച്ചു. റീകൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി, 2 തവണ ലൈറ്റ് ഓഫാക്കി അതിൽ അഴിമതി കാട്ടിക്കൊണ്ട് വിജയിപ്പിച്ചു. സമരമുഖത്ത KSUവിന്റെ കുട്ടികളുടെ മുമ്പിൽ തച്ച് തകർക്കാൻ പോലീസിനെ ഇറക്കി. ഇന്നലെ അടിച്ച് തകർത്തു ഒരു പെൺകുട്ടിയുടെ മൂക്കടക്കം. എന്നിട്ടും എൻ്റെ മക്കൾ അടങ്ങിയില്ല. അവർ ഈറ്റപ്പുലിയെ പോലെ പോലീസിന്റെ മുമ്പിൽ ചാടി വീണ രംഗം നിങ്ങൾ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് കണ്ടില്ലേ? അതുകൊണ്ട് ഈ സാഹചര്യം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ആത്മവിശ്വാസത്തോടെ താഴെത്തട്ടിൽ വിദ്യാർത്ഥികൾ വരെ ആക്റ്റീവാണ്. അത് ഉപയോഗപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിച്ചാൽ നമുക്ക് വിജയം കൊയ്യാൻ നമുക്ക് സാധിക്കും. ഒരു ഗവൺമെന്റിനെ വിലയിരുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എന്താണ് ഈ സർക്കാർ? കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനോട് തുലനം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? നിങ്ങൾ പറയൂ, എവിടെയുണ്ട്? ഏത് മുഖ്യമന്ത്രിയാ ഈ പിണറായി വിജയനെ പോലെ ഈ രാജ്യത്ത് ഭരണം ദുരുപയോഗം ചെയ്ത് ഈ രാജ്യത്തെ കട്ടുമുട്ടിച്ച് കൊള്ളയടിച്ച് ജനങ്ങളെ പണം ഉള്ളം കയ്യിലാക്കി ഒതുക്കുന്ന പിണറായി വിജയനെ പോലത്തെ ഒരു കറപ്റ്റഡ് മുഖ്യമന്ത്രി കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു കമ്പാരിസൺ. എന്താ പുള്ളി ഇവിടെ ചെയ്യുന്നത്? പുള്ളിക്ക് ഇവിടെ ഒരു പ്രവർത്തനവും വേണ്ട. പുള്ളിക്ക് വേണ്ടുന്നത് പുള്ളിയുടെ സംരക്ഷണം. അതിനായിരക്കണക്കിന് പോലീസ്, 100 കണക്കിന് വാഹനങ്ങൾ, എത്ര കോടി വേണമെങ്കിലും ചിലവഴിക്കും. ഞാനും എൻ്റെ ഭാര്യയും എന്ന് പറയുന്ന പഴയ പുരാണ കഥയിലെ ചില വക്താക്കളിലെ അവിടെയാണ് പിണറായി വിജയൻ ഉള്ളത്. ഞാനും എൻ്റെ കുടുംബവും. എന്തു വേണം? അവർക്ക് പണം വേണം. പണം പണം പണം, അതല്ലാതെ മറ്റൊരു ചിന്ത പിണറായി വിജയന്റെ മനസ്സിലില്ല. അതിൽ തൊട്ടാൽ എന്ത് കിട്ടും? ഇതിൽ തൊട്ടാൽ എന്ത് കിട്ടും? അത് ചെയ്താൽ എന്ത് കിട്ടും? ഇത് ചെയ്താൽ എന്ത് കിട്ടും? അതാണ് പിണറായി വിജയന്റെ എല്ലാ ചിന്തകളും. അതിന്റെ ഗുണമോ ഒരു ദോഷമോ വിലയിരുത്താൻ അദ്ദേഹത്തിന് തയ്യാറില്ല. മോഡിക്ക് ഒരു കരാറുകാരനുണ്ട്, അദാനി. ഇദ്ദേഹത്തിന് മുണ്ട് ഒരു കരാറുകാരൻ, ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റി. ആരെങ്കിലും എവിടെയെങ്കിലും ജനാധിപത്യ രാജ്യത്ത് കേട്ടിട്ടുണ്ടോ ഒരു ടെൻഡർ ഇല്ലാതെ വലിയ വർക്ക്
കരാറ് കൊടുക്കുന്ന സിസ്റ്റം എവിടെയാ? മുതൽ മുടക്ക് കൂടുന്തോറും ആ കരാറ് കൊടുക്കുന്നത് സൂക്ഷിച്ചും സൂക്ഷ്മതയിലും ലേലം നടത്തിയും കഴിവ് പരിശോധിച്ചും അവരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചും ഒക്കെയാണ് ഒരു കരാർ ഫിക്സ് ചെയ്യുക. പക്ഷേ ഇവിടെ ഏത് പ്രവൃത്തിയും ഊരാളുങ്കലുണ്ടോ, ഊരാളുങ്കലുണ്ടെങ്കിൽ ഊരാളുങ്കലിനെ കൊടുക്കൂ, ചർച്ചയില്ല, അതിൽ മത്സരമില്ല. എന്താ അതിന്റെ ലക്ഷ്യം? ഊരാളുങ്കൽ ആരാ? അമേരിക്ക എന്നൊക്കെ ഇറങ്ങി വന്ന എഞ്ചിനീയർമാരുടെ സംഘടനയാണോ? ഒന്നുമല്ല, പഴയ ഒരു സൊസൈറ്റിയാ, ഐക്യനാണയ സംഘം. ആ സംഘം വലുതായി 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 ബാങ്കായി. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ അതിന് സാമ്പത്തികമായ സഹായമൊക്കെ തെറ്റായ വഴിയിലൂടെ കൊടുത്ത് അതിന് സാമ്പത്തിക കരുത്തുണ്ടായി കൊടുത്തു. ആ സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറയുന്ന കരാറെടുക്കുന്നത്. എഞ്ചിനീയർമാരുണ്ട്. പക്ഷേ അങ്ങനെ ഇറങ്ങി വന്ന എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഒന്നും ഊരാളുങ്കലിൽ ഇല്ല. ആ ഊരാളുങ്കലിന് ചോദിച്ചവർക്ക് ഏതായാലും അത് കൊടുക്കുന്ന പിണറായി വിജയന്റെ ഭരണ സമ്പ്രദായം ഏത് ജനാധിപത്യ നാടിനെ യോജിച്ചതാ? ഇതൊന്നല്ല, ഇതുപോലെ 1000 കേസുകൾ എടുത്ത് പറയാൻ നമുക്ക് സാധിക്കും. എല്ലാത്തിലും അഴിമതിയാണ്. KSRTCക്ക് തൊഴിലില്ല, തൊഴിലാളിക്ക് ശമ്പളമില്ല, വായ്പ പോലും തൊഴിലാളികൾക്കില്ല, പട്ടിണി കിടക്കുന്നു. KSRTCയുടെ ആയിരക്കണക്കിന് ജീവനക്കാർ സർവീസ് നിർത്തി, ബസ് ഷെഡ് കയറ്റി, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ഒരു വകയുമില്ല. ആ ബസ്സിന് പകരം ഒരു സ്വകാര്യ കമ്പനിയുടെ ബസ്, സ്വിസ് കമ്പനിയുടെ ബസ് വാടകക്കെടുത്ത് സർക്കാരിന് വേണ്ടി ബസ് ഓടുകയാണ്. ആ ബസ് ഓടുന്ന കൊടുത്ത കമ്പനിയിൽ നിന്ന് കോടികൾ പിണറായി വിജയൻ വാങ്ങി. ഇല്ലെങ്കിൽ കൊടുക്കോ? അവരാരാ? അവർക്ക് കൊടുക്കാൻ ഞാൻ ചോദിക്കുന്നു. ഇനി ബസ് എടുത്തു, ബസ് തൽക്കാലത്തേക്ക് എടുത്തെങ്കിലും അതിൽ ജീവനക്കാരനായി KSRTC ജീവനക്കാരനെ വെച്ച് അവന് ശമ്പളം കൊടുത്തൂടെ? KSRTC ജീവനക്കാരൻ പട്ടിണി കിടക്കുന്നു, അവന് ശമ്പളമില്ല, ഏരിയേഴ്സ് ഇല്ല, ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്നു അവനും അവന്റെ കുടുംബവും. ഈ പുതിയ ബസ്സിൽ നാട്ടിലെ റൗഡികളെ, ഗുണ്ടകളായ CPMന്റെ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും വെച്ച് ആ ബസ് ഓട്ടുന്നു. 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 23 രൂപ ഈ കമ്പനി സർക്കാരിന് കൊടുക്കുന്നു. എന്താ വ്യവസ്ഥ? എന്ത് സംവിധാനമാണ്? എന്ത് ഭരണമാണ്? അഴിമതി കുത്തഴിഞ്ഞ അഴിമതിയല്ലേ? എന്തിലെല്ലാം അഴിമതി ഉണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ? തൊട്ടതിലും തൊടുന്നതിലും ഒക്കെ അഴിമതി അഴിമതി അഴിമതിയാണ്. ഇന്നിപ്പോൾ പത്രത്തിൽ വാർത്ത കണ്ടു, സ്വപ്ന സുരേഷിന് 6 കോടി പിഴ. എന്തിനാണ്? സ്വർണം കടത്തിയതിന്, ചെമ്പുപാത്രത്തിൽ സ്വർണം കടത്തിയതിന്. ആ ചെമ്പിൽ സ്വർണം കടത്തിയത് സ്വപ്ന സുരേഷാണ് ലോകത്തോട് പറഞ്ഞത്. സ്വപ്ന സുരേഷ് കോടതിയിൽ സ്വകാര്യ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ റോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടില്ല. അവരുടെ മനസ്സെങ്കിലും, ആ സ്ത്രീയുടെ ഒരു മനസ്സോടെങ്കിലും അടുത്തു നിൽക്കാൻ പിണറായി വിജയൻ സാധിക്കണ്ടേ? പിണറായി വിജയൻ ആ സ്വർണം കടത്തിയതിൻ്റെ അകത്ത് ഓൾ ഇൻ ഓൾ ആണ് എന്ന് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്ക് വേണ്ടിയാണ് നടത്തിയത്. സ്വർണം കൊണ്ട് കൊടുത്തിരിക്കുന്നു 15 കോടി. 3.5 എത്രയാ സ്വർണ്ണ? എത്രയാ സ്വപ്നത്തിന്റെ? 14 കിലോ. 15 കിലോ സ്വർണത്തിന് 30 കോടി രൂപ, 50 കോടി രൂപ, 50 കോടി രൂപ പിണറായി ഇവര് കൊണ്ട് ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് പിണറായി വിജയൻ അടക്കം അടങ്ങുന്ന ഒരു കമ്പനിയാണത് ചെയ്തത്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണത് ചെയ്തത്. അറിവുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പ്രതിയാക്കിയില്ല. എന്തുകൊണ്ടാക്കിയില്ല എന്നത് അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രതിയായില്ല? ശിവശങ്കരൻ ജയിലിൽ കിടന്നു. ഹൗസ് സ്കീമിന്റെ അകത്ത് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ശിവശങ്കരൻ ജയിലിന്റെ അകത്ത് കിടന്നത്. അതിന്റെ വകുപ്പ് ആരതാ? മുഖ്യമന്ത്രിയാണ്. അതിന്റെ എല്ലാം മുഖ്യമന്ത്രി ഒപ്പിട്ട ഫയലിലാണ് അദ്ദേഹം എല്ലാം ചെയ്തത്. അപ്പോ ഇദ്ദേഹം കോടതി ജയിലിൽ കിടക്കുമ്പോ ആ ഫയലിൽ ഒപ്പിട്ട് അനുമതി കൊടുത്ത
അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ആ കേസിൽ പ്രതിയാവണ്ടേ? പ്രതിയായിട്ടില്ല. തലയോലപ്പായിൽ 2.5 കോടി രൂപ കൊണ്ട് കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ചിരകാല സഹപ്രവർത്തകൻ ശക്തിധരൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. പണം കൊടുത്തിട്ടില്ലാന്നോ പണം കിട്ടിയിട്ടില്ലാന്നോ പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ല ഇതുവരെയും. ആ പണം കൊടുത്ത കേസ് മുങ്ങി ഒരു ഇഡിയും വന്നില്ല, ഒരു ഇഡിയും കേസെടുത്തില്ല. സെൻട്രൽ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ CBI ഒന്നും ഇവിടെ അയച്ചില്ല. പിണറായിക്കെതിരെ കേസില്ല. ഒരുപാട് കൊള്ളകൾ. ആ കൊള്ളകളിലെല്ലാം മുഖ്യമന്ത്രിക്ക് ഇതുണ്ട്. മണൽ കടത്തുണ്ടായിരുന്നു, ആഴക്കടൽ ബന്ധനമുണ്ടായിരുന്നു. അതിലൊക്കെ അദ്ദേഹം അഴിമതി കാട്ടിയാണ് എല്ലാം ചെയ്തത് എന്ന് അന്ന് തെളിവ് സഹിതം പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും കുലുക്കിയില്ല ഇദ്ദേഹത്തെ. അദ്ദേഹത്തിനൊന്നും അദ്ദേഹം കുടുങ്ങിയില്ല. അതെല്ലാം അദ്ദേഹം ഓവർടേക്ക് ചെയ്ത് അദ്ദേഹം മാറി കടന്ന് നാണവും ഉളുപ്പും മാനവും ഇല്ലാതെ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മെയ്ക്ക് മണി എന്നതാണ്. നമ്മുടെ പൂഴി മണൽ വ്യവസായി കരിമണൽ വ്യവസായി കർത്തായിൽ നിന്ന് കോടികൾ വാങ്ങി അദ്ദേഹം വെച്ചു. മകൾ മാസപ്പടി വാങ്ങിയതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ രഹസ്യം പുറത്തായി. മാസപ്പടി വാങ്ങിയതിന് അവർ കൊടുത്ത വ്യാഖ്യാനം അവർക്ക് വേണ്ടി സേവനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് എന്ന. ഒരു സേവനവും ഉണ്ടായില്ല. സേവനത്തിൻ്റെ ഒരു കരാറും അവരുണ്ടാക്കിയിട്ടില്ല. അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സേവനവും കിട്ടാതെ തന്നെ അവർ കോടികൾ കൊണ്ടുപോയി കൊടുത്ത് അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടാണ് കോടികൾ കൊടുത്തത് എന്ന് പറയുമ്പോൾ നാടെവിടെ, നാം എവിടെ പരിശോധിക്കണം. പണം കൊണ്ട് മൂടുകയാണ്. മകളും മകനും തെക്കും വടക്കും നടന്ന് പണം ഉണ്ടാക്കുകയാണ്. പണം ഉണ്ടാക്കാനും മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് വീണ ജോർജിന്റെ എക്സാലോജിക് കമ്പനി. ആ അഴിമതി നടത്താനുണ്ടാക്കിയ ഒരു കമ്പനി ബാംഗ്ലൂരിൽ നിന്ന് പൂട്ടിക്കെട്ടി, അവിടെ കോൺഗ്രസ്സുകാരൻ അധികാരം വന്നപ്പോൾ അത് പൂട്ടിക്കെട്ടി നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും എവിടെയൊക്കെയോ അദ്ദേഹത്തിന് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയൊക്കെ നടത്തുന്ന അനധികൃതമായ വ്യവസായവും അനധികൃതമായ കച്ചവടവുമാണ്. പണമുണ്ടാക്കലാണ് ലക്ഷ്യം, പണമുണ്ടാക്കുന്നത് മാത്രം. ഇന്നലെ നമ്മളെ KSUവിന്റെ കുട്ടികളെ മൃഗീയമായി തല്ലി പരിക്കേൽപ്പിച്ച് മൂക്ക് പൊട്ടിച്ച കേരളത്തിലെ പോലീസ് വേറെ എവിടെയും നീതിരഹിതം നടക്കുന്നിടത്ത് ഒരു നടപടിയും നടക്കുന്നില്ല. നിർവീര്യമാണ് പോലീസ്. രാഷ്ട്രീയ പ്രതികാരം വെച്ചുകൊണ്ട് തല്ലാൻ പോകുന്ന CPM പോലീസിന് കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ താല്പര്യമില്ല. ചരസൊഴുകുന്നു, മദ്യമൊഴുകുന്നു. കോളേജുകളിൽ സ്കൂളുകളിൽ പോലും മദ്യവും ചരസും സുലഭം. ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലും ചരസ് പിടിച്ച കേസ് വരുന്നു. പോലീസ് നിർനിമേഷം നോക്കി നിൽക്കുന്നു. തലങ്ങ് വിലങ്ങ് അക്രമം നടക്കുന്നിടത്ത് പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല. നിഷ്ക്രിയമായ പോലീസ്, രാഷ്ട്രീയം നോക്കി മാത്രം പ്രവർത്തിക്കുന്ന പോലീസ്, രാഷ്ട്രീയ ദല്ലാളുകളെ സംരക്ഷിക്കാൻ, എതിരാളികളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസ്, വിഭാഗീയത കാണിക്കുന്ന പോലീസ്. ആ പോലീസ് സേനയുടെ കീഴിലാണ് ക്രമസമാധാനം ഈ സംസ്ഥാനത്ത്. ഞാൻ ചുരുക്കുകയാണ്. ഒരു ഭരണമില്ലാത്ത നാടായി ഈ നാട് മാറിയിരിക്കുന്നു. സ്നേഹവും സാഹോദര്യവും തകരുന്ന ഒരു കൊച്ചു സംസ്ഥാനമായി ഇവിടെ മാറിയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അവസാനമായ ഒരു സന്ദേശം: നമ്മൾ തമ്മിൽ പരസ്പരം കലഹിക്കാതെ നമ്മൾ സ്നേഹത്തിൻ്റെ വാൾമുനയിൽ ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ മനസ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, സജ്ജമാക്കണം. രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടന്നു. 4000 കിലോമീറ്റർ. ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടു. എല്ലാ ആളുകളെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. പൊതുയോഗത്തിലായാലും ഫേസ് ടു ഫേസ് ആയാലും കണ്ടവരോടൊക്കെ പ്രാദേശിക പ്രശ്നങ്ങളും രാഷ്ട്ര പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം സംസാരിച്ചു. ഒരിടത്തും അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം വരണം, കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എന്നെ പ്രധാനമന്ത്രിയാക്കണം എന്ന് ഒരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് പരസ്പരം സ്നേഹിക്കാനാണ്, പരസ്പരം വിശ്വാസത്തിലേക്ക് എടുക്കാനാണ്, പരസ്പരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധം ശക്തമാക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കരുത്തനായ നേതാവിൻ്റെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന
ഇന്ത്യക്ക് വളർന്നു വരുന്ന പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റു. സ്നേഹിക്കൂ പരസ്പരം, സ്നേഹത്തിന്റെ നൂലുകളിൽ ബന്ധിക്കൂ. നിങ്ങൾ കോൺഗ്രസിന് കരുത്തു പകരാൻ, ശക്തമാകാൻ, ഒറ്റ മനസ്സായി മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. ആ സ്നേഹമാണ് എല്ലാം. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മനസ്സിലേറ്റി, നെഞ്ചിലേറ്റി, ഐക്യപ്പെട്ടുകൊണ്ട് സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ ഒരു പാർട്ടിക്കകത്ത് 1 ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആളുകളെന്ന നിലക്ക് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം. ഈ കൺവെൻഷനും എൻ്റെ പ്രസംഗവും അതിനു വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾക്കെല്ലാം ഭാവുകങ്ങൾ പറയുന്നു, ആശംസകൾ പറയുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഓരോ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിനകത്തും തിളച്ചു മറിയുന്നൊരു വികാരവും ഓർമ്മയുമാണ് CK കരുണാകരൻ. നമ്മ വിട്ടുപിരിഞ്ഞിട്ട് കുറേ നാളായി. ഒരു സ്മാരകമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ഒരു അനുചിതമായ ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൈയടിക്കുന്നതിന് മുമ്പ് അതിന് മണി വേണം. അപ്പൊ കയ്യടി കുറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കയ്യടി കുറഞ്ഞു. മണി വേണമെന്ന് പറഞ്ഞപ്പോൾ കയ്യടി കുറഞ്ഞു. പൈസ ഇല്ലാതെ എന്തെങ്കിലും നടക്കൂ? KPCCക്ക് തടിച്ച് ഒരു സ്മാരകം പണിയാനുള്ള വരുമാനമൊന്നും KPCCക്ക് ഇല്ല. നമ്മളിങ്ങനെ നിങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ. KPCC വലിയ പൈസയൊന്നും കിട്ടിയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റെസീറ്റ് ബുക്കും ഒരു ലഘുലേഖയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. ഈ മാസം എൻ്റെ കൊടുത്തിട്ടുണ്ടോ? എല്ലാം കൊടുത്തു എന്നാ പറഞ്ഞത്. കിട്ടിയോ കയ്യിൽ? അപ്പോൾ കിട്ടിയവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി നേതാക്കന്മാരോട് പറയുന്നു, അടിയന്തിരമായി നാളെ 2 ദിവസം കൊണ്ട് എല്ലാ ബൂത്തുകളിലും ഇതെത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. നേതാക്കന്മാരെ ഏൽപ്പിക്കണം. ഓരോ ബൂത്തും ഓരോ നേതാക്കന്മാരും ഓരോ ബൂത്ത് ഏറ്റെടുത്ത് ആ പിരിവ് 30-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിച്ച് ഫണ്ട് കൊടുത്തയക്കണം. ആ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുന്ന വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന ആസ്ഥാനമാണ്. നാടിന് ആവശ്യമാണ് അത്. കരുണാകരൻ്റെ ഓർമ്മ കേരളമുള്ള കാലം വരെ നിലനിൽക്കണം. നിങ്ങൾക്കറിയോ ലീഡർ ആരാണ്? ലീഡർ കേവലം ഒരു കോൺഗ്രസ് നേതാവല്ല. കേരളത്തിൽ ഇന്നും ഞാനും അനുഭവിക്കുന്ന ഈ കോൺഗ്രസ് ലീഡറുടെ സൃഷ്ടിയാണെന്ന് ഓർമ്മ വേണം. ഇവിടെ അധികാരത്തിൽ 57-ലെ 57-ഉം 67-ഉം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? CPM-ന്റെ ഉള്ളംകൈയിൽ അമരേണ്ടുന്ന ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. ഒരു ബംഗാൾ, മറ്റൊരു ബംഗാളാണ്, സെക്കൻഡ് ബംഗാളാണിത്. ആന്ധ്ര അതിന് ശേഷം. ആ ബംഗാളാകാൻ സമ്മതിക്കാതെ രാഷ്ട്രീയത്തിൽ തന്ത്രപരമായി ഐക്യമുന്നണിയുടെ പേരിൽ മറ്റ് കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന് കരുത്തു പകർന്ന് 3 MLA-മാരുള്ള അസംബ്ലി അത് കോൺഗ്രസിന് ഭൂരിപക്ഷമാക്കി അധികാരം കോൺഗ്രസിന്റെ കയ്യിലെത്തിച്ച ധർമ്മിഷ്ഠനായ, തന്ത്രജ്ഞനായ, നയജ്ഞനായ ലീഡറാണ് CK കരുണാകരൻ. അദ്ദേഹത്തിന്റെ ഓർമ്മ പുതിയ തലമുറക്ക് പകരണം. പഠന കേന്ദ്രമായിട്ടാണ് നമ്മളിപ്പോൾ കെട്ടിപ്പൊക്കുന്നത്. അതുകൊണ്ട് ഈ മാസം 30-നുള്ളിൽ അത് പൂർത്തീകരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലുത്. മലപ്പുറം ജില്ലയിൽ നിന്നും വലിയ റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കണം, എന്നെ നിരാശനാക്കരുത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ, ആശംസകൾ, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് അടുത്തതായി ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷനിൽ മുഖ്യ സന്ദേശം നൽകും. അദ്ദേഹത്തെ വിനയപുരസ്കാരം നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയ്, പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ MP,
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. KPCC പ്രസിഡന്റ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ ഈ കൺവെൻഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഇന്ധനം കൂടിയാണ് ഈ കൺവെൻഷൻ എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. വലിയൊരു പിൻബലമാണ് ഞങ്ങൾക്ക് നൽകിയത്, പിന്തുണയാണ് നൽകിയത്. മുന്നോട്ട് പോയിക്കോ, ധൈര്യമായി മുന്നോട്ട് പോയിക്കോ എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ 3 തെരഞ്ഞെടുപ്പുകളാണ്. പാർലമെൻറ്റ്, ലോക്കൽ ബോഡി, കലാശക്കൊട്ട് അസംബ്ലി. ഉജ്ജ്വലമായ തിരിച്ചുവരവ് UDF-നും കോൺഗ്രസിനും ഉണ്ടായേ മതിയാവും, ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇതൊരു മഹായുദ്ധമാണ്. യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെ പോകണം? ഒരാൾ അങ്ങോട്ട് പോവുക, ഒരാൾ ഇങ്ങോട്ട് പോകണം. ആണ് ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് പോകണം. ടീം വർക്കാണ് ഏറ്റവും പ്രധാനം. സൈനിക വിന്യാസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സൈനിക വിന്യാസം. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരുമിച്ചൊരു ടീമായി പോകുന്ന മഹാസൈന്യമായി നമ്മൾ മാറണം. നിങ്ങൾ തൃക്കാക്കര ഇലക്ഷൻ കണ്ട? മുഖ്യമന്ത്രി, 20 മന്ത്രിമാർ, 60 MLA-മാർ, എല്ലാ LDF നേതാക്കളും വന്ന് 1 മാസം ക്യാമ്പായിരുന്നു. നമ്മൾ പതറിയോ? പേടിച്ചോയോ? നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തു. അപ്പം എന്താ സംഭവിച്ചത്? PT തോമസിന് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു. പുതുപ്പള്ളിയിൽ വന്നു, അതുപോലെ വർക്ക് ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏത് പ്രതിപക്ഷമാണ് ഇതുപോലെ 2 ഉപതെരഞ്ഞെടുപ്പിൽ ഇരട്ടിയും 4 ഇരട്ടിയും ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ടാകും ജയിക്കാൻ. പക്ഷേ ഞാൻ കരുതുന്നത് നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ഒരു ടീമായി വർക്ക് ചെയ്തുകൊണ്ട് ഇത് ഉപതെരഞ്ഞെടുപ്പായി. നമ്മളൊന്നും എല്ലാവരും ഉണ്ടാവില്ല. ജനറൽ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണം. അവിടെ ഇതെല്ലാം ഈ ചെയ്ത ജോലി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും. ഏത് കേഡർ പാർട്ടിയെയും വെല്ലുന്ന തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് UDF-ന് പ്രവർത്തിക്കാനാകും എന്നാണ് നമ്മൾ തെളിയിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാ സ്ഥലങ്ങളിലും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കണം. ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുകയാണ് സൈനിക വിന്യാസത്തിലെ ആദ്യത്തെ ജോലി. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട് നേതാക്കൾ? ഇവിടെ എത്ര പേരാണ് ഇരിക്കുന്നത്? ആദ്യം ചെയ്യേണ്ടത് എല്ലാ നേതാക്കന്മാരും അവരവരുടെ ബൂത്തുകളിൽ ആദ്യം ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കും. നിങ്ങൾ ചോദിക്കണം, കാണുമ്പോൾ എല്ലാ തലങ്ങളിലുള്ള നേതാക്കന്മാരോട് കാണുമ്പോൾ ചോദിക്കണം, ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് ചോദിക്കണം. ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയില്ലാത്ത നേതാവ് ഏത് തലത്തിലുള്ള നേതാവാണെങ്കിലും തല കുനിച്ചുകൊണ്ട് പോകണം. അപമാനകരമായി തോന്നണം. അത് വേണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കണം. അങ്ങനെ ചോദിക്കണമെങ്കിൽ വേണ്ടേ? ഞാൻ വലിയ അഹങ്കാരത്തിലാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇത് പറയുന്നത് KPCC പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി, എല്ലാവരും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കണം. കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളും കമ്മിറ്റികളും രൂപീകരിച്ച ആദ്യത്തെ നിയോജക മണ്ഡലം എൻ്റെ പറവൂരാണ്. 175 ബൂത്ത് കമ്മിറ്റികളും രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരെ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ സ്വന്തം ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത്. ആദ്യത്തെ കമ്മിറ്റി എൻ്റെ ബൂത്ത് കമ്മിറ്റിയാണ്. അതിൻ്റെ ചാർജ് ആർക്കാ? എനിക്ക് തന്നെ. ഞാൻ അത് ആർക്കും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. ആദ്യത്തെ ബൂത്ത് കമ്മിറ്റി 80 പേര് പങ്കെടുത്തു. ഫോട്ടോ മണ്ഡലം പ്രസിഡന്റിന് അയച്ചു കൊടുത്തു.
അവിടുത്തെ മിനിറ്റ്സ് അയച്ചു കൊടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ ലിസ്റ്റ് മണ്ഡലം പ്രസിഡന്റിന് അയച്ചു. അതോടുകൂടി എല്ലാവരും ഇറങ്ങി, എല്ലാ നേതാക്കളും ഇറങ്ങി. പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, കൗൺസിലർമാർ, എല്ലാ തലങ്ങളിലുമുള്ള ബ്ലോക്ക് എല്ലാവരും ഇറങ്ങി അവരവരുടെ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി. ആദ്യം ഞാൻ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബൂത്ത് കമ്മിറ്റികളായോ എന്ന് നോക്കി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇവിടത്തെ കഴിഞ്ഞു, അവിടത്തെയും കൂടി വേഗം തീരുമാനിക്കണം. ഒരു 5 ബൂത്ത് കമ്മിറ്റികൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിക്ക് ചുറ്റുമുള്ളത് നടന്നു. നമ്മുടെ പ്രവർത്തകരാണ്, തീ പിടിച്ചതുപോലെയാണ് അവർ പിന്നീട് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. അപ്പം നമ്മളാണ് ആദ്യം ചെയ്യേണ്ടത്. എത്ര DCC ഭാരവാഹികളുണ്ട് ജോയി? ഇവിടെ കുറവാണ്. DCC ഭാരവാഹികൾ, KPCC മെമ്പർമാർ, മുതിർന്ന നേതാക്കൾ എല്ലാവർക്കും ഒരു 10 ബൂത്ത് കമ്മിറ്റി വെച്ച് കൊടുക്കണം. പോയി ചെയ്തിട്ട് വരാൻ പറയണം. കുറേ പേര് ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യും, കുറേ പേര് ചെയ്യില്ല. ചെയ്യാത്തവരും ചെയ്യുന്നവരും ഒരുപോലെയായി ഇടക്കാലത്ത് വെച്ച്. ചെയ്തവൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ചെയ്യാത്തവൻ DCC ഓഫീസിൽ കാലും കയറ്റി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് അവസാനിപ്പിക്കണം. എല്ലാവരും അവരവരുടെ ജോലി ചെയ്താൽ ഇത് എവിടെ എത്തി നിൽക്കുന്നത്? എന്തൊരു പ്രസ്ഥാനമാണ്. ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ വോട്ടർ പട്ടികയിലും പേര് ചേർക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. വോട്ടർ പട്ടിക എന്താണ്? യുദ്ധത്തിന് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? നമ്മൾ ചെയ്യുന്ന ആയുധമല്ലേ? ആയുധം മൂർച്ച കൂട്ടണം. തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താ? വോട്ടർ പട്ടിക. വോട്ടർ പട്ടിക നന്നായി പഠിക്കുക. 5-6 പേർ മരിച്ചവരെ നീക്കം ചെയ്യുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നവർക്ക് ഈ പ്രാവശ്യം വോട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് പേരുടെ പേര് നീക്കം ചെയ്തു. ഇനി ചേരാനുള്ളവരുടെ പേര് ചേർക്കണം. ഒരു 2 ദിവസം 2-3 മണിക്കൂർ 5-6 പേരൊരു ബൂത്തിൽ ഒരുമിച്ചിരുന്നാൽ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ലിസ്റ്റ് ഉണ്ടാക്കി 4-5 ദിവസം കൊണ്ട് ഇത് മുഴുവൻ പൂർത്തിയാവും. നമ്മുടെ വോട്ടർ പട്ടിക ക്ലീൻ ആയിരിക്കണം. മരിച്ചവരുണ്ടാകരുത്. പിന്നെ കല്യാണം കഴിച്ച് പോയവർ, നമുക്ക് കിട്ടാത്ത വോട്ട് മാറ്റിയേക്കണം. നമുക്ക് കിട്ടുന്നവർ അവരെപ്പോഴും വന്ന് ഇടയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അത് മാറ്റണ്ട. മനസ്സിലായില്ലേ? കിട്ടാത്ത വോട്ട് മാറ്റിയേക്കണം, നീക്കം ചെയ്യണം. 6 മാസമായി അവിടെ താമസമില്ല എന്ന് പറഞ്ഞ് മാറ്റം ചെയ്യണം. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞു, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വോട്ടർ പട്ടിക കൊണ്ട് ഞങ്ങൾ മത്സരിക്കും. ഞാൻ SLC പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ആഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയാളാണ്. നിക്കർ മാറ്റി ആദ്യം മുണ്ടെടുത്തത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ ചാർജ് എടുക്കാൻ പോയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ KSU ആയത്. പിന്നെ കോളേജ് ചേർന്നത്. അപ്പം ഞങ്ങൾ ബൂത്തിലൊരു മത്സരം നടത്തി. ഏത് ബൂത്തിലാണ്? പോളിംഗ് ബൂത്ത് അകത്ത്, സ്കൂളിൻ്റെ അകത്ത്. പുറത്ത് നമ്മളൊരു ഷെഡ് കെട്ടിയിരിക്കും ഇല്ലേ, വരുന്നവർക്ക് സ്ലിപ്പ് കൊടുക്കുക. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മത്സരം എന്താണെന്നറിയാം? ദൂരെ ഒരാൾ നടന്നു വരുന്നു വോട്ട് ചെയ്യാൻ. ആളുടെ പേര് പറയണം, വീട്ടുപേര് പറയണം, വോട്ടർ പട്ടികയിൽ എത്രാമത്തെ പേജിലാണ്, എവിടെയാണ് അയാളുടെ പേര് കിടക്കണമെന്ന് പറയണം. ഞങ്ങൾ പറയുമായിരുന്നു. കാരണം വോട്ടർ പട്ടിക നന്നായി പഠിക്കുമായിരുന്നു, കാണാപ്പാടം. പിന്നെ കണ്ടറിയ വോട്ടർ പട്ടികയിൽ 7ാമത്തെ പേജ് താഴെയാണ് കിടക്കുന്നത്. ഓൻ്റെ പേര് മാത്രമല്ല, അമ്മയുടെ പേരും അച്ഛൻ്റെ പേരും കൊച്ചിൻ്റെ പേരും ഒക്കെ പറയായിരുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? അയാൾ വന്ന് നിൽക്കും, മുഖത്തേക്ക് നോക്കും, അയാളുടെ പേര് ചോദിക്കും, അയാൾ പേര് പറയും, ആദ്യത്തെ പേജ് നോക്കും, 2ാമത്തെ പേജ് നോക്കും, 3ാമത്തെ 4ാമത്തെ നോക്കി തല പൊക്കി നോക്കുമ്പോൾ അയാളവിടെ ഉണ്ടാവില്ല. അയാളുടെ പാട്ടിന് പോകും. അയാൾ അപ്പുറത്ത് ഇടതുവശത്തിൻ്റെ ബൂത്തിലേക്ക് പോകും. അവിടെ ഇവിടെ ഒരു പിടിയില്ല. ശരിയാണോ? ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ
60% പൂർത്തിയായി. ഈ നവംബർ മാസം അതിനുവേണ്ടി മാത്രമാണ്. ചെറിയ ചെറിയ പരിപാടിയൊക്കെ വരുള്ളൂ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വലിയ പരിപാടിയൊന്നും വയ്ക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. നവംബറിൽ ബൂത്ത് കമ്മിറ്റികൾ പൂർത്തിയാക്കി, വോട്ടർ പട്ടികയിൽ പേരുകൾ മുഴുവൻ പൂർത്തിയാക്കി. എൻ്റെ വോട്ടർ പട്ടിക എന്നത് നിങ്ങൾ ടീമുണ്ടാക്കണം. എല്ലായിടത്തും പോയി ബൂത്തിലാണെങ്കിലും ഉണ്ടാക്കണം ഒരു ടീം. പിള്ളേരെയൊക്കെ പങ്കെടുപ്പിച്ച്, പുതിയ ജനറേഷനിലൊക്കെ പിള്ളേരെയൊക്കെ കൂട്ടി പഠിപ്പിച്ച്, ഈ വോട്ടിൽ ചേർക്കാൻ പഠിപ്പിച്ച് ഇവരെല്ലാം മനസ്സിലാക്കി പോകണം. ഇത് നമ്മളെപ്പോഴാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങണത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മതിലിൽ പേരെഴുതി മൈക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ആവേശം വരും. അപ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെ കിടന്ന് തിളക്കണത്. അപ്പം ചെല്ലും സ്കോഡിന് പോണവൻ്റെ ഭാര്യയ്ക്ക് ഓടുണ്ടാവില്ല, മക്കൾക്ക് ഓടുണ്ടാവില്ല. ശരിയല്ലേ? പിന്നെ പറയും, ഈ വീട് നമ്മുടെ ഉറച്ച വോട്ടാണ്, പക്ഷേ അവിടെ വോട്ട് ചേർത്തിട്ടില്ല പേര്. ശരിയാണ്? ഇതല്ലേ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ബൂത്തിൽ 50-നും 60-നും ഇടയ്ക്ക് വോട്ട് ചേർക്കാനുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ 8,000-നും 10,000-നും ഇടയിൽ വോട്ട് അസംബ്ലി മണ്ഡലത്തിൽ ചേർക്കാനുണ്ട്. അത്രയും ചേർത്താൽ, ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി ഇത് ചെയ്താൽ, നിങ്ങൾ അത്രയും ചെയ്യില്ലേ? ചെയ്താൽ ഞങ്ങൾ എന്താണ് പകരം തരാൻ പോണെന്നാണ് ചോദ്യം. ഞാൻ പറയുന്നു, എഴുതി വെച്ചോളാം, വീട്ടിൽ പോയി. വിസ്മയകരമായ വിജയം അതാ തരാൻ പോകുന്നു. പുതുപ്പള്ളിയിൽ ചോദിച്ചു എന്തായിരിക്കും ഭൂരിപക്ഷം. അപ്പം ഞങ്ങൾ പറഞ്ഞു സ്വപ്നതുല്യമായ വിജയം. സംഭവിച്ച ആരെ വിശ്വസിച്ചാണ് പറഞ്ഞത്? അവിടെ ജോലി ചെയ്ത പ്രവർത്തകരെ വിശ്വസിച്ചാണ് പറഞ്ഞത് സ്വപ്നതുല്യമായ വിജയം. നിങ്ങൾ ഇത്രയും ചെയ്താൽ വിസ്മയകരമായ വിജയം. ലീഗാണ് പ്രധാന കക്ഷി ഈ ജില്ലയിൽ. നമ്മൾ 3 അസംബ്ലി അല്ലേ, 4 അനിലിനെ കൂടി കൂട്ടി 3 തോറ്റുപോയതാ എൻ്റെ കണക്കിലുള്ളത്. ജയിച്ചതില്ല കണക്കിൽ. 3 അസംബ്ലി തോറ്റുപോയി, 4 അസംബ്ലി നമ്മൾ മത്സരിക്കുന്നു. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 14-ൽ 9 ജയിച്ച്. ഈ വരാൻ പോകുന്ന അസംബ്ലിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 14-ൽ 14. നോക്കിക്കോ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ. ഇവിടെ അതുപോലെ എല്ലാ സീറ്റും ജയിക്കണം. നമ്മുടെ ഈ തോറ്റ 3 സീറ്റുകൾ ഉറപ്പായിട്ട് ജയിക്കണം. തോറ്റ 3 സീറ്റ് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 4 പേരായിരിക്കണം കോൺഗ്രസ് MLA-മാർ ഈ ജില്ലയിൽ നിന്ന്. ടാർഗറ്റ് വേണം, ടാർഗറ്റ്. നമുക്ക് വലിയ മാറ്റം ഉണ്ടാവുകയാണ് സംഘടനാപരമായി. ഇപ്പം മഹിളാ കോൺഗ്രസ് സംസ്ഥാനത്ത് എല്ലാ യൂണിറ്റിലും കമ്മിറ്റി ഉണ്ടാവുക. ഭയങ്കര മാറ്റമാണ് ഉണ്ടാകുന്നത് എല്ലാ യൂണിറ്റിലും. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, യൂണിറ്റ് വാർഡ് പ്രസിഡന്റുമാർ വരെ ഇപ്പം തീരും. 250 ബ്ലോക്കിൽ വാർഡ് പ്രസിഡന്റുമാർ വരെയായി. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തിലും ഏറ്റവും മിനിമം 5 പേരുള്ള വനിതാ സ്ക്വാഡ് കേരളത്തിലുണ്ടാവും. നോക്കിക്കോ. KSU വലിയ മാറ്റമാണ്. 10-40 വർഷം ജയിക്കാത്ത കോളേജ് യൂണിയനുകളെല്ലാം ജയിച്ച് വലിയ മുന്നേറ്റം KSU നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. മണ്ഡലം തൊട്ട് സംസ്ഥാന പ്രസിഡന്റ് വരെ ഉടൻ പ്രഖ്യാപിക്കും. വലിയ മുന്നേറ്റമായി മാറും. വലിയ വ്യത്യാസം നമുക്കിനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് മുന്നൊരുക്കമാണ്. ഇനി ക്യാമ്പയിനാണ്, പ്രചരണം. എന്താ പ്രചരണം? എല്ലാ കാര്യങ്ങളിലും UDF-നും KPCC-ക്കും ഒരു നറേറ്റീവ് ഉണ്ട്. KPCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ ബൂത്തിൽ പ്രവർത്തിക്കുന്നവർ വരെ അതാണ് വീടുകളിൽ പോയി പറയേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുമാണ്.
ബാലാരിഷ്ടതകൾ ഉണ്ടായേക്കാം. അത്ഭുതകരമായ വിജയമാണ്. ഞാൻ നോർത്തിൽ നിന്ന് വരുന്ന ചില സർവേ റിപ്പോർട്ടുകൾ വായിച്ചു. എല്ലായിടത്തും 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5ലും ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ്. ചില സ്ഥലത്താണ് 1-2 സ്ഥലത്താണ് ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം പറയുന്നത്. 5 സ്ഥലത്തും കോൺഗ്രസ്സാണ്. മിസോറാമിൽ പോലും ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJPയുമായി നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു. അവിടെയാണ് വലിയ വ്യത്യാസം വരികയാണ്. ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെല്ലാം ഇതിനകത്തുണ്ടായി. കേരളത്തിലെ CPM നേതാക്കന്മാർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ വിരട്ടി. എന്നിട്ട് പറഞ്ഞു ഇന്ത്യ മുന്നണിയിലേക്ക് ഡെലിഗേറ്റിനെ അയക്കണ്ടെന്നു. ഇവിടെ യെച്ചൂരിയും കാരാട്ടൊക്കെ കൂടെ നടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ. ഇവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു പ്രതിനിധി അയക്കേണ്ട, ഇവരുടെ സമ്മർദ്ദത്തിലാണ്. അവർ പാവങ്ങളാണ്, വേറെ എങ്ങും ഭരണമില്ലല്ലോ. പ്രതിനിധി അയക്കേണ്ടെന്ന് പറഞ്ഞൊരു ചുക്കോടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതല്ല, ആരെ സന്തോഷിപ്പിക്കാനാണ്? BJPയെ, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ CPM നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് ഡെലിഗേറ്റിനെ അയക്കണ്ട. എന്താ കാര്യം? പിണറായി വിജയൻ്റെ തലയ്ക്ക് മീതെ ഡെമോക്രീസിൻ്റെ വാല് പോലെ അന്വേഷണങ്ങൾ നടക്കുകയാണ് അഴിമതിക്കെതിരായി. സെറ്റിൽമെൻറ്റാണ്, സെറ്റിൽമെൻറ്റ്. 37 പ്രാവശ്യം SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. CBI കൊടുത്തേക്കണ പെറ്റീഷന് ഇനി ഫെബ്രുവരിയിലേ ഉള്ളൂ. ഞാൻ ഇന്നാൾ പറഞ്ഞു, ഫെബ്രുവരിയിൽ കേസെടുക്കുമ്പോൾ പേടിക്കണ്ട. അന്ന് CBI വക്കീൽ അന്നും പനിയായിരിക്കും. വക്കീൽ വരില്ല. വക്കീൽ അതുവരെ ആ കോടതിയിലിരിക്കും. SNC ലാവലിൻ്റെ കേസെടുക്കുമ്പോൾ അറ്റോർണി ജനറലും CBI വക്കീലും കൂടി ഒറ്റ ഓട്ടമാണ് മറ്റേ കോടതിയിലേക്ക്. ഇവിടെ എടുക്കുമ്പോൾ ആളുണ്ടാവില്ല. ധാരണയാണ്. സുരേന്ദ്രൻ ജാമ്യം എടുക്കാൻ സുരേന്ദ്രൻ പോയപ്പോൾ കേരളത്തിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ മിണ്ടാതെ നിന്നു. ജാമ്യം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കുഴൽപ്പണ കേസിൽ BJPക്കാർ പ്രതിയല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പ്രതിയായില്ല. ആയോ? ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പ്രതിയായില്ല. എന്നാൽ പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. 1 കോടി 1.5 കോടിയുള്ള കിടക്കയുടെ അടിയിൽ നിന്ന് പിടിച്ചു. ഞെട്ടിപ്പോയി എല്ലാവരും. വില്ലേജ് അസിസ്റ്റന്റ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസറോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളറിയാതെ ഈ വില്ലേജ് അസിസ്റ്റന്റ് ഇത്രയും കോടികൾ ഉണ്ടാക്കുമോ? നല്ല ചോദ്യം, കറക്റ്റല്ലേ? വില്ലേജ് ഓഫീസർ അറിയാതെ വില്ലേജ് അസിസ്റ്റന്റ് ഇത്രയും കോടി ഉണ്ടാക്കുമോ? മുഖ്യമന്ത്രിയുടെ ചോദ്യം 100% ശരിയാണ്. അതേ ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു. ഈ ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ജയിലിൽ പോയത് ഇദ്ദേഹം അറിഞ്ഞില്ലേ? നിങ്ങളുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി നമ്പർ 1 50 ലക്ഷം പിഴ സ്വർണ്ണക്കള്ളക്കടത്തിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ആർക്കാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്. ഒന്നാമന് 100 ദിവസം ജയിലിൽ പോയി കിടന്നു, തിരിച്ചു വന്നു. എന്നിട്ട് ലൈഫ് മിഷൻ കോഴ കേസിൽ വീണ്ടും ജയിലിൽ പോയി. ആരാ ലൈഫ് മിഷന്റെ ചെയർമാൻ? പിണറായി വിജയൻ. ലൈഫ് മിഷന്റെ ചെയർമാൻ അറിഞ്ഞില്ലേ കൈക്കൂലി വാങ്ങിച്ചത്? എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. 6 അഴിമതികളാണ്: സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ, K-ഫോൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മാസപ്പടി, ഏറ്റവും അവസാനം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി. കോവിഡ് കാലത്ത് എന്തായിരുന്നു? വൈകുന്നേരം 6 മണിക്ക് TV യിൽ വന്ന് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടിരിക്കും. സ്ത്രീകളോട് ഒരു കറി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, കൂടുതൽ കറികൾ ഉണ്ടാക്കരുത്, ചെലവ് കൂട്ടരുത്, കുരങ്ങിന് ഭക്ഷണം കൊടുക്കണം, പശുവിന് പുല്ല് കൊടുക്കണം, നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, പറന്നു പോകുന്ന പക്ഷികളെ കൈകൊട്ടി വിളിച്ച് പാലും പഴവും കൊടുക്കണം. ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എന്തൊരു സ്നേഹമാണ് ഈ മനുഷ്യന് പാവങ്ങളോട്.
സാധാരണക്കാരോട്. പിന്നെയല്ലേ മനസ്സിലായത് അതിൻ്റെ മറവിൽ കൊള്ളയായിരുന്നു. കൊള്ള 1032 കോടി രൂപയുടെ കൊള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ. തിരുവനന്തപുരത്ത് 450 രൂപയ്ക്ക് കിട്ടുന്ന PP കിറ്റ് 10,000 എണ്ണം 1550 രൂപയ്ക്ക് 300% വില കൂട്ടി മേടിച്ചു. 7 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടികൾ 14 രൂപയ്ക്ക് കരക്കൂട്ടത്ത് ഒരു പച്ചക്കറി കടക്കാരനെ കൊണ്ട് ടെൻഡർ കൊടുത്തു. തെർമോമീറ്റർ, ഫ്രിഡ്ജ് എല്ലാം വാങ്ങിച്ചു. നമ്മൾ ലോകായുക്തയിൽ കേസ് കൊടുത്തു, അഴിമതി. ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ടി അഴിമതിയുണ്ട്, പോയി അവിടെ പോയി കേസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ C&G റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരം. എന്താ വിവരം? കാലാവധി കഴിയാൻ പോണ മരുന്നും കാലാവധി കഴിഞ്ഞ മരുന്നും വാങ്ങിച്ച് 100 കണക്കിന് ആശുപത്രികളിലൂടെ വിതരണം നടത്തിയിരിക്കുന്നു. എന്താ കാര്യം? കാലാവധി കഴിയാൻ പോകുന്ന മരുന്നും കഴിഞ്ഞ മരുന്നും മരുന്ന് കമ്പനികൾ നശിപ്പിച്ച് കളയണം എന്നാണ് പ്രോട്ടോകോൾ. ഇപ്പം നശിപ്പിക്കാൻ വച്ചിരിക്കുന്ന മരുന്നാണ്. ഇവിടെ ഒരു കമ്പനിക്ക് 100 കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ നേതാക്കന്മാരും സർക്കാരും ഈ മരുന്ന് കമ്പനിയോട് ധാരണയുണ്ടാക്കും. എന്നിട്ട് എക്സ്പയറി ഡേറ്റ് കഴിയാൻ പോണ മരുന്നും കഴിഞ്ഞ മരുന്നും നശിപ്പിക്കാൻ വച്ചിരിക്കുന്ന മരുന്ന് ഇങ്ങോട്ട് കൊടുക്കും. അവർക്കൊരു 10-20% മതി. എന്താ? കളയാൻ വച്ചിരിക്കുന്ന മരുന്നാണ്. ബാക്കി 80 കോടി തിരിച്ച് കമ്മീഷനായിട്ട് വരും. കൊള്ളയാണ് നടന്നത്. കൊള്ള C&G റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക. അവിടെ ഒരാൾ ചോദിച്ചു അതുകൊണ്ട് എന്താ കുഴപ്പമൊന്ന്? കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചു. ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും, മുകളിലോട്ട് പോകാൻ. ഞാൻ അത് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ഹാർട്ട് അടിച്ചു പോവും, കിഡ്നി അടിച്ചു പോവും, ലിവർ അടിച്ചു പോവും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ആശുപത്രികൾ വഴി വിതരണം നടത്തിയത് ഈ കൊള്ളക്കാരുടെ സർക്കാർ കാലാവധി കഴിഞ്ഞ മരുന്നാണ്. അത്രയും കമന്ന് വീണാൽ കാൽപ്പണവുമായി എഴുന്നേക്ക് പോകുന്നവരാണ്. സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താ? ട്രഷറിയിൽ 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ചെക്ക് മാറില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുക 5 ലക്ഷം താഴെയുള്ള ചെക്ക് മാറിക്കിട്ടുമെന്ന്. അത് മേടിച്ചു വയ്ക്കും, പിന്നെ തരാം, കൊടുക്കൂല. ഖജനാവിൽ പട്ടി വെറ്റി കിടക്കുകയാണ്, ഒരു പൈസ ഇല്ല. KSRTC തകർന്നു. 3 മാസമായി പെൻഷൻകാർക്ക് പെൻഷനില്ല, ജീവനക്കാർക്ക് ശമ്പളമില്ല. അത് ഏകദേശം തീരുമാനമായി. KSEB ഒരു വർഷത്തിനുള്ളിൽ 2ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആര്യാട സാറ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായി. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. ഇല്ലേ? നമ്മുടെ സർക്കാരില്ലേ? അനിലൊക്കെ മന്ത്രിയായിരുന്നല്ലോ അന്ന്. അതുവരെ ഉണ്ടായിരുന്ന കടം വീട്ടി. ഇനി കേട്ടോ, 1957 മുതൽ 2016 വരെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കടം 1083 കോടി. കഴിഞ്ഞ 7 കൊല്ലം കൊണ്ടുണ്ടാക്കിയ കടം എത്രയാണെന്നറിയാം? 40,000 കോടി. അഴിമതിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ പവർ പർച്ചേസ് എഗ്രിമെൻറ്റ്, ഒരു യൂണിറ്റ് വൈദ്യുതി 4 രൂപ 29 പൈസ 25 കൊല്ലത്തേക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ഇവർ വന്നിട്ടും വാങ്ങി. ഒരു 6 മാസം മുമ്പ് ഇവർ റദ്ദാക്കി. കരാർ റദ്ദാക്കി. അഴിമതിയാണെന്ന് പറഞ്ഞു വന്ന് നടന്നത്. പിന്നെ പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ച് എത്ര രൂപയ്ക്കാണെന്നറിയോ? 7 രൂപയ്ക്ക് 8 രൂപയ്ക്ക്. ഇവിടെ 4.29 കരാർ റദ്ദാക്കിയിട്ട് പുറത്തുനിന്ന് 7 രൂപയ്ക്ക് 8 രൂപയ്ക്കും മേടിച്ചു. വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ദിവസം 7 കോടി രൂപ. 6 മാസമായി 180 ദിവസമായി 7 കോടി രൂപയുടെ നഷ്ടം. പുറപ്പുറം സോളാർ നഷ്ടം കോടികൾ. ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി അഴിമതി. ഈ 40,000 കോടി രൂപയുടെ ഈ സർക്കാരിൻ്റെ കഴിവുകേടിൻ്റെ അഴിമതിയുടെ ബാക്കി പത്രം ആരുടെ തലയിലാണ് വരാൻ പോകുന്നത്? നമ്മുടെ തലയിൽ. ഇലക്ട്രിസിറ്റി ചാർജ് 2ാമതും കൂട്ടി. മഹാമാരിയുടെ കാലത്ത് മേടിച്ച കിറ്റിൻ്റെ പണം കൊടുക്കാനുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളത് 3,500 തൊട്ട് 4,000 കോടി വരെ.
സപ്ലൈകോ മാർക്കറ്റിൽ ഒരു സാധനമുണ്ടോ? ഉണ്ടോ? മാവേലി സ്റ്റോറിൽ. അതിൻ്റെ കാര്യം തീരുമാനമായി. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ പൂട്ടി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂട്ടി. പട്ടികജാതിക്കാർക്ക് കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. എത്രയാ? 28,000-ലധികം കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ളത് 240 കോടി. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ളത് എത്രയാണെന്നറിയാം? 40,000 കോടി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയി. ഇതാണ് സ്ഥിതി. പറഞ്ഞാൽ തീരില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്തിവെച്ചു. ഉച്ച ഊണിന് കാശ് കൊടുക്കാനില്ല. എല്ലാ അധ്യാപകരുടെയും സ്വപ്നമാണ് ഒരു ദിവസം ഹെഡ് മാസ്റ്റർ ആവണം, ഒരു ദിവസം ഹെഡ് മിസ്സസ് ആവണം. 500 അധ്യാപകരെ എഴുതി കൊടുത്തു, ദയവ് ഇത് ഞങ്ങളെ ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്സസും ആക്കരുത്. എന്താ കാര്യം? ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്സസും ആയാൽ ഉച്ചയൂണിൻ്റെ പണം പോക്കറ്റിൽ നിന്ന് പോവും, ശമ്പളത്തിൽ നിന്ന് പോവും, വീട് വിൽക്കണം. ഉച്ച ഊണിന് പണം കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ. ആലോചിച്ചേ, കേരള ഹൗസിലെ ഡൽഹിയിൽ പാല് മേടിക്കാൻ കാശില്ലാണ്ട് കട്ടൻ ചായയാണ്. പക്ഷെ നമ്മുടെ പിണറായി വിജയൻ ഒരു വലിയ ഭാവമില്ല, ധൂർത്താണ്. അഭിമാന പദ്ധതിയാണെന്ന് പറയുന്നത് ഏതാ? ലൈഫ് മിഷൻ പദ്ധതി. ഈ വർഷം കൊടുക്കേണ്ടത് 717 കോടിയാണ്. ഇതുവരെ 7 മാസം കൊണ്ട് കൊടുത്തത് 18 കോടി. പഞ്ചായത്ത് മെമ്പർമാരിവിടെ ഉണ്ടാവും, VOമാരുണ്ട് പഞ്ചായത്തിൽ. ഒരു ഗഡു കിട്ടിയവൻ തറ കെട്ടിയിട്ട് 2ാമത്തെ ഗഡു മേടിക്കാൻ വരുക. എവിടെ കൊടുക്കാനാ? കുറേ കൂടി പൊക്കിയവൻ വാർക്കാൻ വേണ്ടി 3ാമത്തെ ഗഡു മേടിക്കാൻ പോവുക. VOമാർ പുറകെ കൂടി ഇറങ്ങി ഓടുക പഞ്ചായത്തിൻ്റെ. എത്ര പ്രാവശ്യമാണ് പറയുന്ന പൈസ ഇല്ലാന്ന്? 717 കോടി. 9 ലക്ഷം പേർ കാത്തു നിൽക്കുകയാണ് വീട് കിട്ടാൻ. കൊടുത്തതാകെ 18 കോടി. പക്ഷേ കേരളീയം ദൂർത്താണ്. 27 കോടി, അവസാനം 75 കോടിയാവും. എന്തിനാ കേരളീയം? ഇവിടെ 2 മാസമായുള്ള തിരുവനന്തപുരത്ത് ഓണാഘോഷം നടത്തിയിട്ട് എല്ലാ ഗവൺമെൻറ്റും നടത്തും. അനിൽ ടൂറിസം മന്ത്രിയായിരുന്നു, നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാശ് കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് കേരളീയം ഈ തുലാവർഷക്കാലത്ത് ആരെങ്കിലും നടത്തുമോ? അപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്തിനാ കേരളീയം നടത്തുന്നതെന്ന്. പുള്ളിയെക്കുറിച്ചൊരു ധാരണ, ഇയാൾ ഭയങ്കര സീരിയസ് ആണ്, തമാശ ഒന്നും പറയില്ലെന്നില്ലേ. ഉഗ്രൻ തമാശ. മറുപടി, കേരളത്തിൻ്റെ പുറത്തു നിന്ന് ധാരാളം ആളുകൾ വരും ഈ പരിപാടി പങ്കെടുക്കും. നമ്മൾ വിമാന ടിക്കറ്റ് കൊടുത്ത്, നമ്മൾ ടാക്സി ഫെയർ കൊടുത്ത്, നമ്മൾ ഹോട്ടലിൽ താമസിച്ചു. അവരിത് കണ്ടിട്ട് തിരിച്ചു പോയി, ബോംബെയിൽ പോയി, ചെന്നൈയിൽ പോയി, ഡൽഹിയിൽ പോയി കേരളത്തെ പറ്റി പുകഴ്ത്തി പറയും. എങ്ങനെയുണ്ട് തമാശ? അതിനാണിത് നടത്തുന്നതെന്ന്. തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോകുമ്പോൾ പറയാൻ പോണ, തിരുവനന്തപുരത്ത് ഒടുക്കത്തെ വെള്ളക്കെട്ടും റോഡിൽ മുഴുവൻ കുഴിയാണ്. ഇതാണ് പറയാൻ പോണ. അവിടെ പോയി കാശ് മുടക്കി, നല്ല പേര്, അവിടെ പോയി പറയാൻ പോകുന്നു. ഇതൊരു തൊലിക്കെട്ടിയാണ്. എന്നിട്ട് ലൈറ്റ് ഇട്ടേക്കോ മുഴുവൻ, കാരണം ഊരാളുകളിലും കാശ് കൊടുക്കണം. സ്വന്തക്കാർക്കാണ് മുഴുവൻ. ഞങ്ങളെല്ലാത്തിൻ്റെയും വിവരാവകാശം എടുക്കാൻ പറയുന്നുണ്ട്. പന്തൽ വരെ പാർട്ടിക്കാർക്കാണ്, പന്തൽ വരെ. അതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും മര്യാദയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് കേരളീയം? മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതല്ലേ? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, പണ്ട് വലിയ ദാരിദ്ര്യം, പണ്ടുകാലത്ത് വലിയ ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും ചില വീടുകൾ. അതുവരെ വലിയ സൗഭാഗ്യത്തിൽ കഴിഞ്ഞ വീടായിരിക്കും. അപ്പോൾ ദാരിദ്ര്യം വരും. ദാരിദ്ര്യം വരുമ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റില്ല, അഭിമാന പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും? ഈ വീട്ടിൽ ദാരിദ്ര്യം ഇല്ല എന്ന് കാണിക്കാൻ പഴയ പട്ടുകോണകം എടുത്ത് ഒരപ്പുറത്ത് ഉണക്കാനിടും. അങ്ങനെ ദാരിദ്ര്യത്തിലായ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്ന് കാണിക്കാൻ കേരളത്തിൻ്റെ പുറപ്പുറത്ത് പിണറായി വിജയൻ തൂക്കിയ പട്ടുകോണകമാണ് ഈ കേരളീയം. അല്ലാതെ ആർക്കെങ്കിലും, പണ്ട് നമ്മൾ നാട്ടിൻപുറത്ത് ചോദിക്കും, ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കും ഇല്ലേ? നാട്ടിൻപുറം ചോദിക്കില്ലേ, ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ്? ഞാനത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നില്ല. എന്തിൻ്റെ കേടാണ്? സ്വർണം നികുതി പിരിക്കൂല, ബാറ് നികുതി പിരിക്കൂല,
25 കൊല്ലം മുമ്പ് സ്വർണത്തിൻ്റെ ഒരു ഗ്രാമിൻ്റെ വില എന്തായിരുന്നു? 500 രൂപ. 4000 രൂപയ്ക്ക് ഒരു പവൻ കിട്ടുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഒരു ഗ്രാമിന് 5500 രൂപ. ഒരു പവൻ സ്വർണത്തിന്, ഞാൻ സ്ത്രീകളോട് ചോദിക്കുന്നത്, കണ്ടിട്ട് പോലും ഇല്ലാത്ത മട്ടിരിക്കുക സ്വർണം. 45,000 രൂപ ഒരു പവന്. 11 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു സ്വർണത്തിൻ്റെ വില. കേരളമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന സംസ്ഥാനം, സ്ഥലം. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കാണ് എൻ്റെ അടുത്തുണ്ട്. 25 കൊല്ലം മുമ്പ് 500 രൂപ ഗ്രാമിന് സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന നികുതി എത്രയാണെന്നറിയാം? 330 കോടി രൂപ. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് സ്വർണത്തിൻ്റെ വില 11 ഇരട്ടിയായി വർദ്ധിച്ചപ്പോൾ നികുതി കിട്ടുന്നത് എത്രയാണെന്നറിയാം? 25 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന 330 തന്നെ. എങ്ങനെയുണ്ട് നികുതി പിരിവ്? 5000 കോടി മിനിമം കിട്ടേണ്ട, പിരിക്കില്ല. ബാറിൻ്റെ എണ്ണം കൂടും, പക്ഷെ ബാറിൽ നല്ല നികുതി കിട്ടില്ല. എല്ലാവരും കൊണ്ടുവന്ന് കച്ചവടം നടത്തുവാണ് നികുതി ഇല്ലാതെ. ആരും നോക്കാതിരിക്കുന്നു? നാഥനില്ലാ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. നാഥനില്ല ഭരണം. പിള്ളേരൊക്കെ വിദേശത്തേക്ക് പോവാണ്. എന്നാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി നന്നാക്കണ്ടേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ നല്ല നന്നാക്കലാണ്. 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല. 66 ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. ഗംഭീരായല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. ഏത് കാർഷിക മേഖലയിൽ പറയണ്ടല്ല, നെല്ല് സംഭരിച്ചതിൻ്റെ കാശ് കൊടുക്കില്ല, നാളികേരം സംഭരിക്കില്ല, റബ്ബറിൻ്റെ കാശ് കൊടുക്കില്ല. റബ്ബർ തകർന്നു, ഏലം തകർന്നു, അടയ്ക്ക തകർന്നു, കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി. ഞാൻ പറയുന്നു, കേരളം കണ്ട ദ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെൻറ്, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരുടെ സർക്കാർ, ദ മോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് സർക്കാർ ഗവൺമെൻറ് കേരള ഹാസ് എവർ സീൻ, കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട സർക്കാർ. അതാണ് നമുക്ക് ജനങ്ങളോട് പറയേണ്ടത്. കെട്ടിട നികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി. വൈദ്യുതി മന്ത്രി പേടിപ്പിക്കുക, ഇനി പോലെ എല്ലാ വർഷവും കൂട്ടും. അപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രി പറയുക, മാവേലി സ്റ്റോറിലെ എല്ലാ സാധനത്തിനും കൂട്ടും. അത് പിന്നെ കൂട്ടിയാലും കുഴപ്പമില്ല, സാധനം ഇല്ലാത്തതുകൊണ്ട് മേടിക്കണ്ടല്ലോ. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു ബോർഡ് കാണിച്ചു, പത്രത്തിൽ വന്ന പടമാണ്. പരിപ്പ് ഇല്ല, കടലയില്ല, ചെറുപയറില്ല, എല്ലാം ഇല്ല. അപ്പോൾ മന്ത്രി ചൂടായി, തെറ്റാണ്, പിറ്റേ ദിവസം തിരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ശരിയാണ്. മന്ത്രിയെ മാനേജർ എടുത്ത് വിളിച്ചു പറഞ്ഞു മാവേലി സ്റ്റോറിലെ മാനേജർ ഇതുപോലത്തെ ഒരു തുണി കഷ്ണം കൊണ്ടുവന്ന് അത് മുഴുവൻ മാച്ചു. എന്നിട്ട് എല്ലാം ഉണ്ടെന്ന് എഴുതി വെച്ചു. അപ്പം അതിൻ്റെ മുമ്പിൽ കൂടി ഒരു സ്ത്രീ പോയി. അവരിത് കണ്ട് ഞെട്ടി. കുറേ മാസങ്ങൾക്ക് ശേഷം ഇതാ എല്ലാം ഉണ്ട്. അവരാളിലൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ 1/2 കിലോ പരിപ്പ് ഇല്ല, 1 കിലോ ചെറുപയർ ഇല്ല, 1/2 കിലോ വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ സാറേ ഇതെല്ലാം ഉണ്ടെന്ന് എഴുതി വെച്ചതാ. ഇവിടെ ഒന്നുമില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എല്ലാം ഉണ്ടെന്ന് എഴുതി വയ്ക്കും. അതല്ലേ സ്ഥിതി? അതാണ് മാവേലി സ്റ്റോറിലെ സ്ഥിതി. ഇത്രയും നാണം കെട്ട ഒരു സർക്കാർ എന്നിട്ട് കേരളീയത്തിൽ കയറിയിട്ട് ആഘോഷം നടത്തുകയാണ്. സർവീസ് സഹകരണ ബാങ്കുകൾ, സഹകരണ മേഖല തകരുകയാണ്. ഞാൻ പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളുടെ അതിശക്തിയായ പ്രതിഷേധം അവരുടെ മനസ്സിൽ അലയടിക്കുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോയി ജനങ്ങളോട് പറയണം, വലിയ കലാശക്കൊട്ട് നടക്കുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉജ്ജ്വലമായ വിജയത്തോടുകൂടി നമുക്ക് തിരിച്ചു വരണം. ഞങ്ങൾ ധൈര്യമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ബാക്കി സംഘടനാപരമായ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഇടപെട്ടതിന് ആവശ്യമായ പരിഹാരമുണ്ടാക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കും കാര്യങ്ങൾ വഷളാകാതെ നോക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. നിങ്ങളുടെ ഈ വികാരം ഞങ്ങൾ മനസ്സിലാക്കും. ആ വികാരം അറിഞ്ഞുകൊണ്ട് മാത്രമേ സംഘടനാപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവരും ഒരുമിച്ച്, ഒരു ഹൃദയമായി, ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കണം മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. അതൊന്ന് നമ്മുടെ 2 മാസത്തെ പ്രവർത്തന കലണ്ടർ KPCCയുടെ ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കും. അതോടൊപ്പം പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം നമ്മളിവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്.
ഈ 2-3 ചെറിയ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ AP അനിൽകുമാർ MLA ക്ഷണിക്കുക. അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയ്, KPCCയുടെ അധ്യക്ഷൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ K. സുധാകരൻ അവർകൾ, ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, നമ്മുടെ ജില്ലയിലെ വാർഡ് ബൂത്ത് തലത്തിലുള്ള നേതാക്കളാണ് ഈ ഓഡിറ്റോറിയത്തിലുള്ളത്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇവിടെ സൂചിപ്പിച്ചു പഴയകാല കാര്യങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന 3 തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഒരു സുവർണ കാലഘട്ടം 3 നിയമസഭാ മണ്ഡലങ്ങളും ശ്രീ ആര്യാടൻ മുഹമ്മദും ശ്രീ MP ഗംഗാധരനും ശ്രീ പന്തളം സുധാകരനും 3 സീറ്റിൽ മത്സരിച്ച് 3ഉം വിജയിച്ച ഒരു സന്ദർഭം നമുക്കുണ്ടായിരുന്നു 1982 തെരഞ്ഞെടുപ്പിൽ. അത് ഞാൻ KSUവിൻ്റെ പ്രവർത്തകനാണ്. പിന്നീട് 12 നിയമസഭാ മണ്ഡലങ്ങൾ 16ആയി. 4 മണ്ഡലങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഒരു MLA മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംഭാവന നൽകേണ്ട ജില്ല മലപ്പുറം ജില്ലയാണ്. യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിൽ UDFന് അധികാരത്തിൽ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി മലപ്പുറം ജില്ലയിലെ 4 സീറ്റും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ലധികം പഞ്ചായത്ത് പ്രസിഡന്റുമാർ മലപ്പുറം ജില്ലയിൽ നമുക്കുണ്ടായിരുന്നു. നിയമസഭയിലും പാർലമെൻറ്റിലും നമുക്ക് വിജയിച്ചാൽ പോരാ, ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകളിൽ കോൺഗ്രസ് അകന്ന് പോകാൻ പാടില്ല. ഇന്ന് നമുക്ക് അത്രത്തോളം അഭിമാനകരമായ ഒരു കണക്കല്ല പറയാനുള്ളത്. അതുകൊണ്ട് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പായി ആ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാകണം. കാരണം പഞ്ചായത്ത് എന്ന് പറയുന്ന അത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 20 പാർലമെൻറ്റ് സീറ്റിൽ കേരളത്തിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന 3 മണ്ഡലങ്ങളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ നമുക്ക് പഞ്ചായത്തിലും അതുപോലെ വിജയം ആവർത്തിക്കണം. നിയമസഭയിലും നമുക്കിതുണ്ടാവണം. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു, കോൺഗ്രസ് വളരുന്നത്, അതിന് തുടക്കം കുറിക്കുന്നത് KSUവിലൂടെയാണ്. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കളും KSUവിലൂടെ, എനിക്ക് മുന്നിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന നേതാക്കൾ, അവരൊക്കെ കടന്നു വന്നത് KSUവിലൂടെയാണ്. KSU ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷം ഉണ്ടാക്കും. മലപ്പുറം ജില്ലയിൽ ഇപ്രാവശ്യം നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ KSUവിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുകയാണ്. അത് നാളത്തെ കോൺഗ്രസിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്, തളർച്ചയല്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുവാനുള്ളത്, ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ മലപ്പുറം ജില്ലയിലും കേരളത്തിലും മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കോൺഗ്രസിന് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അത്രമാത്രം മഹിളാ കോൺഗ്രസ് 32 ബ്ലോക്കുകളിലും നടത്തിയ കൺവെൻഷൻ നമ്മുടെ വനിതാ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ സംഘടനയുടെ പോഷക സംഘടനകളെ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി മലപ്പുറത്തെ കോൺഗ്രസ്സിന് അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന
ഒരു സമ്മേളനമായി, കൺവെൻഷനായി നമുക്കത് മാറുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയുമാണ്. 4 ദിവസം മുമ്പാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സൂം മീറ്റിംഗ് നടന്നത്. 2 ദിവസം മുമ്പാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സൂം മീറ്റിംഗ് നടന്നത്. ഈ 2 മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തു. ഈ 2 വിഭാഗം നേതാക്കൾ, മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും പരിമിതമായ സമയം കൊണ്ട് ആ മണ്ഡലത്തിലെ നേതാക്കളെ വിവരമറിയിച്ച് അവരെ മലപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൺവെൻഷൻ ഇത്രയും വിജയകരമാറിയത്. അതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് നമുക്ക് ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. കോൺഗ്രസ്സിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ സൂചിപ്പിച്ച പോലെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകും. അതിലാർക്കും തർക്കം വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന നയം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് പോലെ ഒരാളും ഈ കോൺഗ്രസിൽ നിന്ന് പോകുന്ന സാഹചര്യം നമ്മുടെ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ് ആണ് ശക്തി. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഐക്യത്തോടു കൂടി എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ 2 മാസത്തെ പ്രവർത്തന കലണ്ടർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി KPCCയുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് അവരെ ക്ഷണിക്കുക. ഏറെ പ്രിയങ്കരനായ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ VS ജോയ്, ആദരണീയനായ KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രിയപ്പെട്ട പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു മുഴുവൻ ദിവസം ഒരു ജില്ലയിൽ ചെലവഴിച്ച് ആ ജില്ലയിലെ സംഘടനാ വിഷയങ്ങൾക്കകത്ത് സക്രിയമായ ചർച്ചകൾക്ക് തുടക്കം വഹിച്ച് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് 20-20 എന്ന മാന്ത്രികമായ കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതമായി കാത്തു നിൽക്കുന്ന ആ ഒരു റിസൾട്ടിന് വേണ്ടിയാണ്, പ്രിപ്പറേഷന് വേണ്ടിയാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വരുന്ന അടുത്ത മാസം ഡിസംബർ 28-ാം തീയതി വരെ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലയിലെ നേതൃത്വം, ബ്ലോക്കിലെ നേതൃത്വം, മണ്ഡലത്തിലെ നേതൃത്വം ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ ഈ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുമ്പിൽ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി 2-3 ദിവസത്തിനകം തന്നെ നേരത്തെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞ ഒരു കാര്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം. ഈ ജില്ലയിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ സ്വന്തം ബൂത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാവണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ബൂത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക എന്നുള്ള നമ്മുടെ നിർണായകമായ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഒരാഴ്ചക്കകം മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിന് അഭിമാനകരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണം, പുനഃസംഘടിപ്പിക്കണം. അത് പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടുന്നത് നവംബർ മാസം 20-ാം തീയതി വരെ എല്ലാ മണ്ഡലങ്ങളിലും ശില്പശാല നടത്തണം. ശില്പശാല എന്നുള്ളത് കൊണ്ട് KPCC ഉദ്ദേശിക്കുന്നത് 20 ബൂത്തുള്ള ഒരു മണ്ഡലത്തിനകത്ത് ശില്പശാല നടക്കുന്ന ഹാളിനകത്ത് 20 ടേബിൾ ഉണ്ടാകണം. ആ ടേബിളിൽ ഓരോ ബൂത്തിനും ഒരു ടേബിൾ എന്ന കണക്കെ ചാർജുള്ള, ഇപ്പോൾ ജോയിയുടെ ബൂത്തിൻ്റെ ചാർജ് ജോയിക്കായിരിക്കും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരിക്കും. അദ്ദേഹം ആ ടേബിളിൽ ഉണ്ടാകണം. ആ ബൂത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടാകണം. ആ ബൂത്തിൽ നിന്നുള്ള BLA ഉണ്ടാകണം. 2 പ്രവർത്തകരെയെങ്കിലും ഏജന്റുമാരായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള മുകളിലുള്ള ആളുകളുടെ പ്രത്യേകമായ പട്ടിക നമ്മൾ തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ ബൂത്തിനകത്ത് 18 വയസ്സ്
ഈ വരുന്ന ജനുവരി മാസത്തിൽ പൂർത്തിയാകുന്ന മുഴുവൻ ആളുകളുടെയും കണക്ക് എടുക്കുവാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വിവാഹം കഴിച്ച് കൊണ്ടുപോയവരുടെ കണക്ക് വേണം, കഴിച്ച് കൊണ്ടുവന്നവരുടെ കണക്ക് വേണം. അതുപോലെ വിദേശത്ത്, മലപ്പുറം ജില്ല എന്നുള്ളത് നിരവധി പേർ വിദേശത്തുള്ളവരാണ്. വിദേശത്തുള്ളവരുടെ കൃത്യമായ കണക്ക് നമുക്ക് വേണം. കേരളത്തിന് പുറത്തുള്ളവരുടെ കണക്ക് വേണം. ഈ ജില്ലക്ക് പുറത്തുള്ളവരുടെ എല്ലാ കണക്കുകളും നമ്മുടെ കയ്യിൽ വേണം. അതോടൊപ്പം പഠനത്തിന് നിരവധി പേർ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ആ പട്ടിക നമ്മുടെ കൈവശം വേണം. അതിനുമൊക്കെ അപ്പുറത്ത് ഇരട്ട വോട്ടുകൾ, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വീട് മാറിയിട്ടും ആ ബൂത്തിനകത്ത് നിലനിർത്തുന്ന വോട്ടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കണക്കുകളും നമ്മുടെ കൈവശം വേണം. നവംബർ മാസം 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഒരൊറ്റ ചിന്തയെ, ഒരു പ്രവർത്തനമേ നമുക്ക് പാടുള്ളൂ. ഈ ജില്ലയിൽ നമ്മുടെ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ട്ണർ മുസ്ലിം ലീഗിൻ്റെ ജില്ലയാണ്. ഈ ജില്ലക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർ മത്സരിക്കുന്ന ജില്ലയാണ്. 2 സീറ്റിൽ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തക്കത്തക്ക രീതിയിൽ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ മുന്നണിയുടെ കെട്ടുറപ്പ് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഒരൊറ്റ വോട്ടർമാർ പോലും മാറിപ്പോകാതെ ഉറപ്പ് വരുത്തുന്ന ഒരു വലിയ പ്രക്രിയക്ക് നിങ്ങൾ നേതൃത്വം നൽകണമെന്ന് ഞാൻ KPCCക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. അവസാനിപ്പിക്കുന്നു. ഒരു KPCC ഈ വിഷയത്തിനകത്ത് ഒരു കമ്മിറ്റി വെച്ച് പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് 50 മുതൽ 100ഓളം വോട്ടുകൾ കേരളത്തിലെ എല്ലാ ബൂത്തിലും UDFൻ്റേതായി ചേർത്താനുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ 25 മുതൽ 50 വോട്ടുകൾ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഒരു ബൂത്തിനകത്ത് വ്യാജമായി ചേർത്തു എന്ന കണക്കും ഈ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വേണം. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് തൻ്റെ ജീവിതത്തിൽ എത്രയോ കാലങ്ങളായി മനസ്സിൽ താലോലിച്ചൊരു സ്വപ്നമാണ് CUC രൂപീകരണത്തിൽ ബഹുദൂരം മുന്നിൽ പോയ ജില്ലയാണ് മലപ്പുറം ജില്ല. ആ CUC രൂപീകരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ കരുത്ത് എത്രത്തോളം കോൺഗ്രസ്സിന് വർദ്ധിക്കുവാൻ സാധിക്കുന്നു എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. ഈ നവംബർ മാസം 30-ാം തീയതി വോട്ടർ പട്ടിക പ്രവർത്തനം പൂർത്തിയായാൽ പിന്നീടുള്ള 28 ദിവസക്കാലം കോൺഗ്രസിൻ്റെ ജന്മദിനമായ ഡിസംബർ 28-ാം തീയതി വരെ നമ്മുടെ മുമ്പിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. നമ്മുടെ ജില്ലകത്തുള്ള എല്ലാ ബൂത്തിലും കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന CUC പൂർണ്ണമായി നടപ്പാക്കുന്ന ഒരു ജില്ലയായി മാറട്ടെ ഇത് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാം ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ ജില്ലക്കകത്ത് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ആശംസകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി DCCയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി ഒരു നിയോജകമണ്ഡലത്തിൽ സംഘടിപ്പിക്കേണ്ടുന്ന KSCB ഓഫീസ് മാർച്ച് ഇന്ന് കൺവെൻഷൻ ആയതുകൊണ്ട് ഇന്നലെ നടക്കേണ്ടിയിരുന്ന മാർച്ച് 9-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ബ്ലോക്ക് പ്രസിഡന്റുമാർ എല്ലായിടത്തും അത് കൂടിയാലോചിച്ച് ആ മാർച്ച് ഗംഭീര വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 11-ാം തീയതി മലപ്പുറം ജില്ലയിൽ INTUCയുടെ സമ്മേളനം പ്രകടനത്തോടുകൂടി മഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 22 വർഷങ്ങൾക്ക് ശേഷം നടത്തപ്പെടുന്ന ആ INTUCയുടെ സമ്മേളനവും അതിൻ്റെ പ്രകടനവും വിജയിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണം മാതൃസംഘടന എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാർ അതിനുവേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഉജ്ജ്വല വാഗ്മി കൂടിയായ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തും. ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം തീയതി 7/11/2023 അവതരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഫലസ്തീൻ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ വീഴുന്ന നിലയ്ക്കാത്ത കണ്ണുനീരാണ്. ഗസയിൽ മരണത്തിൻ്റെ അവസാനിക്കാത്ത ശവഘോഷയാത്രകൾ തുടരുകയാണ്. കണ്ണും ഹൃദയവും നഷ്ടപ്പെട്ട ഇസ്രയേൽ ഭരണകൂടം ലോകത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആരു പറഞ്ഞാലും അനുസരിക്കില്ലെന്ന് വാശി പിടിക്കുന്ന ഇസ്രയേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ ലോക മനസാക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഫലസ്തീൻ ജനതയ്ക്കൊപ്പമായിരുന്നു. രാജ്യമില്ലാത്ത ഫലസ്തീൻ ജനതയുടെ
ഏറ്റവും വലിയ സംരക്ഷകർ എന്നും ഇന്ത്യയും കോൺഗ്രസുമായിരുന്നു. ഇസ്രയേൽ എന്ന മതരാഷ്ട്ര രൂപീകരണത്തെ ആദ്യം എതിർത്ത ലോക നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഭാവിയിൽ ആ രാഷ്ട്രം ലോകത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്ന മഹാത്മാഗാന്ധിയുടെ പ്രവചനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫലസ്തീൻ്റെ എക്കാലത്തെയും വലിയ സുഹൃത്തും സഹായിയുമായിരുന്ന ചേരിചേരാ രാഷ്ട്രങ്ങളുടെ നായികയായിരുന്ന പ്രിയങ്കരിയായ നമ്മുടെ ഇന്ദിര പ്രിയദർശിനി. ശ്രീമതി ഗാന്ധി മരണപ്പെട്ടപ്പോൾ ഫലസ്തീൻ്റെ ജനനായകനായിരുന്ന യാസർ അറഫാത്ത് അനുശോചിച്ചത് ഇങ്ങനെയായിരുന്നു: എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരി നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജനതയ്ക്ക് വിശ്വസ്തയായ ഒരു നേതാവിനെയും. ഈ വാക്കുകളിൽ നിന്നും ഇന്ത്യയും കോൺഗ്രസും ഫലസ്തീനെ സ്വന്തം ചിറകുകളിലൊതുക്കി സംരക്ഷിക്കുവാൻ എത്രമാത്രം ശ്രമിച്ചിരുന്നു എന്ന് നമ്മെ തെളിയിക്കുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മതാത്മക ഭരണകൂടം ഫലസ്തീനിലെ ജനങ്ങൾ ഇന്നനുഭവിക്കുന്ന ദുരിതങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ഇസ്രയേലിനെയും അവർ നടത്തുന്ന യുദ്ധത്തെയും അനുകൂലിക്കുന്നതും കാണുമ്പോൾ ഇന്ത്യ ഇന്ന് അതിൻ്റെ മാനവിക മൂല്യങ്ങളിൽ നിന്ന് എത്രയോ പിറകിലേക്ക് പോയിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഫലസ്തീൻ ജനതയുടെ മോചനത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി ലോകത്താകമാനം നടക്കുന്ന മാനവിക മുന്നേറ്റങ്ങളുടെ മുന്നിൽ എന്നും എപ്പോഴും നായകസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അചഞ്ചലമായി നിലകൊള്ളും. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം, ഫലസ്തീൻ ജനതയ്ക്ക് സ്നേഹഹസ്തം. ഈ കൺവെൻഷനിൽ സന്നിഹിതരായ എല്ലാവരുടെയും അംഗീകാരത്തിനായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രമേയം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ, കരിയേട്ടൻ, അജുവേട്ടൻ, പ്രിയപ്പെട്ട KPCCയുടെ സെക്രട്ടറിമാർ, ബാബുവേട്ടൻ, പ്രിയപ്പെട്ട മജീദ് ഖാൻ, നൌഷാദ് അലി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ആലിപ്പറ്റ ജമീല ആശംസ അറിയിച്ച് സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ്, ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടൻ, ഇവിടെ നമുക്ക് നല്ല ഒരു പ്രഭാഷണവും അതുപോലെ തന്നെ സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു തന്ന ഏറ്റവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശേട്ടൻ, ബഹുമാന്യനായ നമ്മുടെ MLA P അനിൽകുമാർ സാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയന്ത്, KPCC ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറിമാരായ ബാബുരാജ്, മജീദ് ഖാൻ, നൌഷാദ് അലി ഉൾപ്പെടെ അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്ന, അതുപോലെ തന്നെ രാവിലെ 10 മണി മുതൽ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും വരവേൽക്കാൻ പൊരുവെയിലത്ത് പുഷ്പങ്ങളുമായി കാത്തുനിന്ന മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷഹർബാനു ഉൾപ്പെടെയുള്ള എൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, മറ്റു ഏറ്റവും ആദരണീയരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും അജയ്യമായ ഒരു ശക്തിയാണ് എന്ന് ഇതിനു മുമ്പ് ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും നമ്മളോട് വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെട്ടത് നമ്മുടെ ഈ സംഘടനാ ശക്തി താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ അത് ഒരു ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയായിക്കൊണ്ട് വരാൻ പോകുന്ന പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെയും അതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ നേരിടാൻ സംഘടനയെ താഴെ തട്ടിൽ കൂടുതൽ ചലിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകണം എന്നാണ് നേതാക്കന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, ഇന്ന് രാജ്യത്തും സംസ്ഥാനത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെയും ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നരേന്ദ്രമോദിയുടെ എല്ലാ തന്ത്രങ്ങളും പാളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തിൽ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ
കട തുറക്കണം എന്ന ഒരു വലിയ സന്ദേശവുമായി രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളും രാഹുൽ ഗാന്ധിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന്, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകവും അക്രമരാഷ്ട്രീയവും അഴിമതിയും കള്ളക്കടത്തും മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് സർക്കാരിനും ഇടയിൽപ്പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നതിനും ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കന്മാരുമായി സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ മുഖമായി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ കൺവെൻഷൻ കഴിഞ്ഞ് നാളെ മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ കൺവെൻഷന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. കണ്ണൂരിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നിരീക്ഷകൻ പി ടി മാത്യു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. എല്ലാവരും ഈ സദസ്സിന് അഭിവാദ്യം ചെയ്ത് അറിയിക്കുന്നു. കൃത്യം 3 മണിക്ക് തന്നെ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സാന്നിധ്യത്തിൽ നടക്കും. 3 മണിക്കാണ് KPCC മെമ്പർമാർ, DCC ജനറൽ സെക്രട്ടറിമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ആ യോഗത്തിൽ സംബന്ധിക്കണം. നമ്മുടെ ഈ ഓഡിറ്റോറിയത്തോട് ചേർന്നുള്ള ഒരു മിനി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട നേതാക്കന്മാർ പിരിഞ്ഞു പോകാവൂ എന്ന് അറിയിക്കുകയാണ്. ദേശീയ ഗാനത്തോടുകൂടി നമ്മളുടെ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനു മുമ്പായി നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം മഞ്ചേരി NSS കോളേജ് KSU തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതുവരെ KSUവിന് വിജയിക്കാൻ കഴിയാതിരുന്ന ക്യാമ്പസിൽ KSUവിൻ്റെ നീലക്കൊടി പാറിയിരിക്കുന്നു. ആ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ഹാലിയയാണ്. ഹാലിയെ നമ്മുടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ഹാലിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. അടുത്തതായി PTM കോളേജിൻ്റെ ചെയർമാൻ ശ്രീ ആദിലും റിഫയും, 5 വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചു പിടിച്ച PTM കോളേജിൻ്റെ ചെയർമാൻ ആദിലും റിഫയും. ഹാലിയ 45 വർഷത്തിന് ശേഷം NSS കോളേജിൽ KSUവിൻ്റെ അഭിമാന താരമായി മാറിയ ചെയർപേഴ്സണാണ്. ആനക്കയം സ്വദേശിനിയാണ്. പ്രിയപ്പെട്ട ശ്രീ ആദിൽ റിഫ. നമ്മുടെ പാലേമാട് കോളേജിലെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ നിർമ്മൽ. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിലെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ റോഷിൽ. ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ദാണ്. എല്ലാ സ്ഥലത്തും നമ്മുടെ വിദ്യാഭ്യാസ ബെഞ്ച് വിജയകരമായി നടന്നിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും KSUവും ചേർന്ന് ഇനി നമ്മുടെ ജില്ലയിൽ വിജയിച്ച മുഴുവൻ ആളുകളെയും മലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ വർഷം ആദരിച്ചതുപോലെ അവരെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം നൽകണം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസുകൾ പുതിയ ജനറേഷൻ KSUവിന് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. നമ്മൾ ഔപചാരികതയ്ക്ക് വേണ്ടി ഈ കൺവെൻഷന് നന്ദി പറയുന്നതിന് വേണ്ടി D സെക്രട്ടറി അജീഷ് അഡാലത്തിനെ ക്ഷണിക്കും. ഏറെ ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ അവർകൾ, കേരളത്തിൻ്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ VD സതീശൻ അവർകൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഏറെ വൈകിയ നേരിൽ ദീർഘമായ ഒരു നന്ദി പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഈ ജില്ലയിൽ എത്തിച്ചേർന്ന് വളരെ വിശദമായി നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച ബഹുമാന്യനായ KPCC അധ്യക്ഷൻ K. സുധാകരൻ അവർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കാലിക പ്രസക്തമായ വിഷയങ്ങളിലൂടെ നമുക്ക് വലിയ നിർദ്ദേശങ്ങൾ തന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ AP അനിൽകുമാർ, ശ്രീ K. ജയന്ത്, ശ്രീ ആലിപ്പറ്റ ജമീല ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന
കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, മഹിളാ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും, പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദേശീയഗാനത്തോടുകൂടി പരിപാടി അവസാനിക്കുകയാണ്. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे ഒരു 3D മസാജർ ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ ഷാജി പച്ചേരിയുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഒരു